അവിനാശിതു തദ്വിദ്ധി യേന സർവമിതം തതം വിനാശം അവ്യസ്യ ന കശ്ചിൽ കർത്തുമർഹസി എന്നാണ് അടുത്ത ശ്ലോകം. ഈ ആത്മാവ് അവിനാശി, നാശം വരാത്തതാണ്. വാസ്തവത്തിൽ ഇവിടെ ഒരൊറ്റ സാധനത്തിനും നാശം വരുന്നില്ല, പ്രകൃതി സാധനങ്ങൾക്ക് പോലും നാശം വരുന്നില്ല. കാരണം നാമരൂപം മാറുന്നുള്ളൂ. ഇപ്പോൾ മരം നശിക്കണില്ല, മരം മേശയാവുമ്പോൾ ഒരു മാറ്റം വന്നുള്ളൂ, അങ്ങനെ വാസ്തവമില്ല. ഈ പ്രകൃതി തന്നെ നാശമില്ലെങ്കിൽ ആത്മാവ് സർവത്വം പറഞ്ഞതാണ്. അപ്പോൾ ഒരിക്കലും നാശം ഉണ്ടാവാൻ വയ്യ. അവനാശിതു തദ്വിദ്ധി, നീ അറിയണം എന്തെന്ന്, ഈ ആത്മാവിനെ നാശമില്ലാത്തതാണ് എന്ന് അറിയണം. ഏന സർവമിതം തതം, ഈ ലോകം മുഴുവനും തതം നിറഞ്ഞിരിക്കണം, അതില്ലാത്ത ഒരു സ്ഥലമില്ല ഈ ആത്മാവില്ലാത്ത. കാരണം ആത്മാവെന്ന് പറഞ്ഞാൽ ശരീരി, വാസ്തവത്തിൽ അതിന് നമ്മൾ പറയാം ബോധം എന്നാണ്. ബോധമില്ലാണ്ട് നമുക്കൊന്നുമില്ലല്ലോ. ബോധം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, ബോധം ഇല്ലെങ്കിൽ ഒന്നുമില്ല. ബോധം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ബോധം. ആ ബോധം അവിനാശിയാണ്, ഒരിക്കലും നശിക്കാൻ വയ്യ. ഏന സർവമിതം തതം, ഈ പ്രകൃതി മുഴുവനും അത് നിറഞ്ഞിരിക്കുകയാണ്. ഒരു ചെറിയ ഉദാഹരണം, ഗീതയിലെ ഉദാഹരണമൊക്കെ വളരെ ലളിതമാണ്, ഒരു മനസ്സിലാവാൻ ഒരു പ്രയാസമില്ല. കാരണം ഇപ്പം നിങ്ങൾ സാമാന്യം എന്ന് പറയും ഈ സ്വർണത്തിന്, പണ്ടങ്ങൾക്ക് വിശേഷം എന്ന് പറയും. എല്ലാ പണ്ടങ്ങളിലും സ്വർണ്ണമല്ലേ നിറഞ്ഞിക്കണം, സ്വർണ്ണമല്ലാണ്ട് പണ്ടത്തൊരു സാധനം ഇല്ല. ആ എല്ലാ ദിക്കിലും എത്ര തരം പണ്ടങ്ങളുണ്ടായാലും അതിലൊക്കെ സ്വർണം നിറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലേ. ഇതുപോലെ തന്നെ ലോകം എന്ന് പറയുന്നത് തന്നെ ആരെയാണ്? ആത്മാവിൻ്റെ തന്നെ ഒരു പ്രകടനമാണ്. അപ്പോൾ ആത്മാവില്ലാത്ത സ്ഥലം എവിടെയുള്ളത്? ആത്മാവില്ലാത്തൊരു സ്ഥലമില്ല. അപ്പോൾ അവനാശിതു തദ്വിദ്ധി യേന സമമിതം തതം വിനാശം അവ്യയസ്യ. അവ്യയം എന്ന് പറഞ്ഞാൽ വ്യയം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലവാകാൻ. ഇപ്പോൾ ഒരു 50 കിലോ മണ്ണുണ്ട്, അതിൽ നിന്ന് നമ്മൾ 10 കിലോ മണ്ണെടുത്തിട്ട് കുടമുണ്ടാക്കിയാൽ പിന്നെ ബാക്കി 40 കിലോ അല്ലേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഇപ്പോൾ ആ ഈശ്വരനോ അല്ലെങ്കിൽ ആത്മാവാണ്, ശരീരമാണോ, ആ ശരീരം നിന്ന് കുറച്ച് സാധനം എടുത്തിട്ടാണോ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുക. അല്ല, കാരണം അങ്ങനെ വയ്യ. കാരണം ഇത് സർവ്വത്വം പറഞ്ഞാൽ അത് എടുക്കുകയ്യ. അവ്യയം എന്ന് പറഞ്ഞാൽ അങ്ങേപ്പുറത്ത് സ്ഥലം ഉണ്ടെങ്കിൽ ഇത് നിർത്ത് അങ്ങോട്ട് വയ്ക്കൂ. ഇതല്ലാതെ ഏന സർവ്വമിതം തതെന്ന് പറഞ്ഞിരിക്കണം ഇവിടെ. അപ്പോൾ ഒരിക്കലും ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കുക, മാറ്റുക, തിരിക്കുക, യാതൊന്നും ഇല്ല. കാരണം സർവ്വത്വം പറഞ്ഞാണ്. സമുദ്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങേപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുക, അങ്ങനെ വയ്ക്കുക. സമുദ്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റില്ല അത്, കാരണം സമുദ്രം നിറഞ്ഞാൽ നിൽക്കണം എല്ലാത്തിനും. അതുകൊണ്ട് ഇപ്പം നിനക്ക് പരിഭ്രമം ഇവർ മരിക്കുമോ എന്നാണല്ലോ പ്രശ്നം മുഴുവനും. ഇവർ മരിക്കുമോ എന്നാണ്. ഇവർ മരിക്കുക വെച്ചാൽ അയാൾ വിചാരിച്ചുള്ളത് ശരീരം പോയാൽ അവർ മരിച്ചു എന്നുള്ള ധാരണയാണ്. നമുക്കൊക്കെ അങ്ങനെയാണ്. അത് മാറണം. ഇപ്പോൾ ആവശ്യം, അതായത് അധ്യാത്മം അറിയണമെങ്കിൽ ആത്മാവിന് നാശമില്ല എന്നറിഞ്ഞാലേ നമുക്ക് ജീവിതത്തിൽ പരിഭ്രമം ഇല്ലാണ്ടിരിക്കുന്നു. ഈ ഭയം ഇല്ലാതെയാവുക ഒന്നുണ്ട്. ഭാഗവത്തിലേക്ക് പോവാണ് ലേശം. അവിടെ കവി എന്ന ഒരു മഹാത്മാവ് ഭയം ഇല്ലാതെയാവാൻ എന്താ മാർഗം എന്ന് ചോദിക്കുമ്പോൾ അതിന് പറയുന്നുണ്ട്. അവിടെ ഭാഗവത ധർമ്മത്തെ പറ്റി പറഞ്ഞ്, മന്യേ അകുതശ്ച ഭയം അച്യുതസ്യ പാദാംബുജോപാസനം അത്ര നിത്യം ഉദ്യുഗ്നബുദ്ധേ അസദാത്മഭാവാൽ വിശ്വാത്മനോ യത്ര നിവർത്തത്തെ ഭീന ശ്ലോകം. രാജാവിനോട് പറയാണ്, ഭയം എപ്പോഴും ഈ നശിക്കുമോ എന്നാണ് ഭയം. അകുതശ്ച ഭയം, ഒരു ദിക്കൊന്നും ഭയം ഉണ്ടാവില്ല. അതിനെന്ത് ചെയ്യുക? അച്യുതൻ്റെ പാദത്തിനെ വായിക്കുക. അങ്ങനെയാണെങ്കിലോ ഉദ്യുഗ്നബുദ്ധേ അസദാത്മഭാവാൽ, അസത്തായ ആത്മഭാവം. അസത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുമ്പ് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്, മാറ്റം വരുന്നത്. ആ മാറ്റം വരുന്നതിന് അതാണ് ആത്മാവ് എന്ന് ധരിക്കുമ്പോഴാണ് നമുക്ക് മരിക്കുമോ എന്നൊക്കെ ഭയം അല്ലേ. ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. അതിൽ കഴിഞ്ഞ് ഭയം ഒന്നുമില്ല. അത് വിശ്വാത്മന, ഈ വിശ്വം മുഴുവൻ ആത്മാവ് നിറഞ്ഞതാണെന്ന് പറഞ്ഞാൽ പിന്നെ ഭയത്തിന് അവകാശമില്ല എന്നും ഭാഗവതത്തിൽ പറയും. ഇതിനേക്കാൾ കുറച്ചുകൂടി അധികമാണ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടാവുക. ഏതായാലും ഇവിടെ ഇതെന്താ, ഇപ്പോൾ വിനാശം അവ്യയസ്യ, അവ്യയം, എത്ര ചിലവാക്കിയാലും കഴിയാത്തതാണ് ഇത്. കാരണം അത് പൂർണ്ണമാണ്. അപ്പോൾ ഇതിനെ നശിപ്പിക്കാനായിട്ട് അർജുന ഒരാളെ കൊണ്ടും സാധിക്കില്ല. ഇതിന് നാശം, ജനനം അങ്ങനെയൊന്നും ഇല്ല ഈ ശരീരിക്ക്. ആ ശരീരി ഇതുപോലെ എത്ര തന്നെ പണ്ടങ്ങൾ ഉടച്ചാലും സ്വർണത്തിനൊരു നാശം വരില്ല. സ്വർണ്ണം അവിടെ നിൽക്കും. അതൊക്കെ നമുക്ക് വളരെ വേഗത്തിൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ അർത്ഥം? നിൻ്റെ കർത്തവ്യം ചെയ്യണം എന്നാണല്ലോ ഇവിടെ പറഞ്ഞത്. അല്ലാണ്ട് യുദ്ധത്തിനെ പറ്റി പ്രശ്നം ഇവിടെ വരണേ ഇല്ല. യുദ്ധം ചെയ്യണോ വേണ്ടെന്നുള്ള പ്രശ്നം ഗീതയ്ക്ക് ഇല്ലേ ഇല്ല. നമ്മൾ ഈ ആത്മഭാവ പരിഭ്രമമൊക്കെ വരുന്നത് പ്രധാനപ്പെട്ട വിഷയം തന്നെ ഗീതയിലുള്ളത്, ഈ ആത്മാവ് സർവത്ര നിറഞ്ഞതാണ്, സദാ ഉള്ളതാണ്, അതിനൊരു കാരണമില്ല.
അങ്ങനെ ദേശകാല നിമിത്തത്തിന് അതീതമാണ് ഈ ആത്മാവ് എന്നാണ്. അത് ബോധ്യം വന്നാലേ ഗീത മനസ്സിലാവുള്ളൂ. അത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് പല ദിക്കിലും വിഷമം വരും, തുറന്നത് കിട്ടില്ല. ഇത് ഉറപ്പായാൽ അപ്പം കാരണം ഉള്ളത് ഒന്നേ വയ്ക്കൂ, രണ്ടില്ല, സാധ്യമല്ല. അത് ആണ് ഇവിടെ 18 ശ്ലോകങ്ങളെ കൊണ്ട് ഉറപ്പിക്കുകയാണ്. ഈ ആത്മതത്വം ശരീരേ ഉള്ളൂ, ആത്മാവെന്നുള്ള പദം തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല, ശരീരി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉള്ളത് ഇല്ലാതെ ആവില്ല. മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞുള്ളൂ, ഇല്ലാത്തത് ഉള്ളതും ആവില്ല. അപ്പോൾ അവിനാശുദ്ധ വിദ്ധി ഏന സർവമെന്നും തത്വം. വിനാശം അവ്യയസ്യ, അവ്യയം, വ്യയം ചെയ്യുക, ചുരുങ്ങുക, അതില്ലാത്തതാണ്. എന്നാൽ കസ്റ്റിൽ കർത്തു, ആരെ കൊണ്ടും ഇത് സാധ്യമല്ല. അടുത്ത ശ്ലോകം സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയാണ് ഈ പറയുന്നത്. എന്തോ അറിയില്ല, നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് ഗീത മനസ്സിലാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. നമുക്കിതെന്തോ ഒരു അത് വളരെ വളരെ സിമ്പിളാവുമ്പോഴാണ് ബുദ്ധിമുട്ട് അധികം. വളരെ വേദാന്തം എന്ന് പറഞ്ഞിട്ട് മനുഷ്യന് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അപ്പോഴാണ് ഒരു രസം നോക്കുക. അത് വളരെ സിമ്പിൾ. നോക്കൂ, അടുത്ത ശ്ലോകം എത്ര ഭംഗിയാണ് പറയുന്നത്. അന്തബന്ധ ഇമേ ദേഹ നിത്യസ്യോക്ത ശരീരിണ അനാശനോ അപ്രമേയസ്യ തസ്മാൽ യുദ്ധ്യസ്വ ഭാരത ശ്ലോകം. അന്തബന്ധ ഇമേ ദേഹ, ഈ ദേഹങ്ങൾക്കെല്ലാം അന്തമുണ്ട്, അവസാനമുണ്ട്. ഇത് മനസ്സിലാക്കാൻ ഇതിനെന്തിനൊരു വ്യാഖ്യാനം? നിത്യം നമ്മൾ കാണുന്നതാണ്. അന്തബന്ധ ഇമേ ദേഹ നിത്യസ്യോക്ത, നിത്യം എന്ന് പറയുന്ന ആർക്ക്? ശരീരിക്ക്. ഉക്ത പറയാൻ കാരണം ശരീരയെ പറ്റി പറയും വയ്യ, സർവത്ര നിറഞ്ഞതിനെ പറ്റിയിട്ട് പറയുക. മുമ്പൊരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വാക്കിലൊതുങ്ങാൻ പറ്റാത്തതിനെ വാക്കിലൊതുക്കാൻ ശ്രമിച്ചാൽ വാദം പെരുകല്ലാണ്ട് ബോധം ഉണ്ടാവില്ല എന്ന് വിനോബാജി പറഞ്ഞത് വളരെ ശരിയാണ്. അപ്പോൾ ഈ ആത്മാവ് ശരീരങ്ങളൊക്കെ വാക്കിലൊതുങ്ങാത്തതാണ്. അതിനെപ്പറ്റി വാദം പെരുകല്ലാണ്ട് മനസ്സിലാവില്ല. അത് അനുഭവമാണ്. അതിനെന്തിനാ വാദം? വാദമൊക്കെ സംശയമുള്ളതിന് അനുഭവമില്ലാത്തതിനെ വാദമുണ്ടു. ഇപ്പോൾ പകലാണ് എന്നുള്ളതിന് ഒരു വാദമൊന്നും ആവശ്യമില്ല, കാരണം സൂര്യനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ലേ. അതുകൊണ്ട് അന്തബന്ധ ഇമേ ദേഹ നിത്യസ്യോക്ത, നിത്യം എന്ന് പറയപ്പെട്ടത് അവന് ശരീരിന, ശരീരിക്ക് എന്തില്ല? അവസാനം എന്നുള്ളത് ഇല്ല. അനാശിനോ, അതിനെ നശിപ്പിക്കാൻ കഴിയില്ല. അപ്രമേയം, പ്രമേയം എന്ന് പറഞ്ഞാൽ അളക്കുക ആണ്. അളക്കൽ പരിമിതത്തിനെ അളക്കു വയ്ക്കും. ആ പരിമിതത്തിനെ അളക്കാൻ വയ്യ, ആരെക്കൊണ്ട് സാധ്യമല്ല. കാരണം ആരളക്കും? എല്ലാ ദിക്കിലും ഇത് നിറഞ്ഞാൽ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് അതും സാധ്യമല്ല. അനാശിനോ അപ്രമേയസ്യ തസ്മാൽ. അപ്പോൾ കുറേ കാര്യങ്ങൾ യുക്തിയുക്തമായിട്ട് ഈ ശരീരം മരിക്കുന്നതിലെന്നും ശരീരം മരിക്കണുള്ളൂ എന്നും അത് മരിക്കാതിരിക്കില്ല എന്നും പറഞ്ഞതിന് ശേഷം ഇനി ഇവിടെ എന്ത് പറയണു? തസ്മാൽ എന്താണ്? യുദ്ധ്യസ്വ ഭാരത, നീയെ യുദ്ധം ചെയ്യേ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ചിന്തിക്കാൻ ആൾക്ക് മനസ്സിലാവും, ഈ നാം കാണുന്ന യുദ്ധമല്ല ഇത് എന്നുള്ളത്. ഈ യുദ്ധമാവാൻ വയ്യത്. യുദ്ധം ഉണ്ടാവണമെങ്കിൽ മരിക്കണ്ടേ, ഇയാൾ ജയിക്കുകയൊക്കെ വേണ്ടേ? ഇവിടെ അതൊന്നും ഇല്ല, ഒക്കെ ഒന്നേള് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഇത് യുദ്ധാവുക? ഇവിടെ ഇതിൻ്റെ അർത്ഥം, ഗീതയുടെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ആത്മാവിൻ്റെ അമരത്വം സർവത്ര നിറഞ്ഞത്. അങ്ങനെയാവുമ്പോൾ എല്ലാ ദിക്കിലും നിറഞ്ഞത് പറഞ്ഞാൽ വാസ്തവത്തിൽ ഒരു വ്യവഹാരം ലഡു. എല്ലാ ദിക്കിലും ഈശ്വരനാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുക, നിങ്ങൾ കേൾക്കുക, ഇതൊക്കെ എങ്ങനെ സാധിക്കുക? രണ്ടില്ലല്ലോ. അപ്പോൾ വ്യാവഹാരിക സത്യം ഒന്നുണ്ട്, അതും നടക്കണം. അത് നടക്കുന്നത് എന്തുമ്പിൽ വേണം? ആത്മാവിൻ്റെ അമരത്വത്തിലെ അറിഞ്ഞിട്ട് ഈ ഇതുണ്ടാക്കുക, അത് വ്യവഹാരം നടക്കുക. അപ്പം നമുക്ക് പ്രശ്നമില്ല. കാരണം അവിടെ രാഗദ്വേഷങ്ങൾ ഉണ്ടാവില്ല. ഒന്നുതന്നെയാണിത്. രാഗദ്വേഷം ഇല്ലാതെ ജീവിക്കലാണല്ലോ ആവശ്യം. അതുകൊണ്ട് അത് മനസ്സിലാക്കാനാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇവിടെ യുദ്ധസ്വ എന്ന് പറഞ്ഞാൽ നീയ് നിൻ്റെ ധർമ്മം ചെയ്യേ. ഇപ്പം നിൻ്റെ ഇപ്പോൾ ധർമ്മം, നിൻ്റെ സ്വധർമ്മം എന്താ? അത് ചെയ്യുക, അത് മാത്രമേ പറയണുള്ളൂ. ഇപ്പോൾ ഇവർ തെറ്റാണ് ചെയ്തതെന്ന് അറിഞ്ഞിട്ടാണല്ലോ യുദ്ധത്തിന് വന്നത്. കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. ആ സമയത്ത് നൊപ്പം നിൻ്റെ ചുമതല ആ സ്വധർമ്മം ചെയ്യൽ മാത്രമാണ്. അവിടെ അല്ലാണ്ട് ഇവർ മരിക്കുകയോ ബന്ധുക്കളാണോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ സ്വധർമ്മം വിപരീതാപൻ, അത് വരാൻ പാടില്ല. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യുക എന്നാണ് പറഞ്ഞു വരുന്നത്. അന്തബന്ധ ഇമേ ദേഹ നിത്യസ്യോക്ത ശരീരിണ അനാശിനോ അപ്രമേസ്യ തസ്മാൽ യുദ്ധ്യസ്വ ഭാരത. ഇതിൽ 5 പ്രാവശ്യം തോന്നുന്നുണ്ട് യുദ്ധ്യസ്വ എന്ന് വരുന്നുണ്ട്. ഒരു ദിക്കിലും ഈ നമ്മൾ വിചാരിക്കുന്ന യുദ്ധം എന്ന അതിനർത്ഥം ഘടിക്കില്ല, ഒരൊറ്റ ദിക്കിൽ. ഒന്നെനിക്ക് ഓർമ്മയുള്ളത് പെട്ടെന്ന് പറയാം. തസ്മാൽ സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യച്ച 8 അവിടെ പറയണത്. അതുകൊണ്ട് അർജുന, എല്ലാ കാലത്തും എന്നെ അനുസ്മരിക്കേ, യുദ്ധവും ചെയ്യേ. അതങ്ങനെ ഒരാൾക്ക് ജനനം മരണം വരെ അങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റുമോ? സാധ്യമല്ലല്ലോ. മാം അനുസ്മര, എന്നെ അനുസ്മരിക്കുക, യുദ്ധവും ചെയ്യാൻ വെച്ചാൽ അവിടെ വ്യക്തതാണ് എന്തെന്ന്?
സ്വധർമ്മം ചെയ്യുക എന്നുള്ളത് അങ്ങനെ പറ്റുള്ളൂ. യ ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ എന്ന അടുത്ത ശ്ലോകം. യാതൊരുത്തൻ ഏനം വേത്തി ഹന്താരം കൊല്ലപ്പെടുന്നവനാണ്. യശ്ചൈനം ഹന്യതേ കൊല്ലപ്പെടുക. അങ്ങനെയാണല്ലോ, ഒരാൾ കൊല്ലാനും വേണം, ഒരാൾ കൊല്ലപ്പെടാനും വേണം. അങ്ങനെ രണ്ടുണ്ട് എന്ന് ആരാണോ വിചാരിക്കുന്നത്, യ ഏനം വേത്തി ഹന്താരം മന്യതേ ഹതം ഉഭൗ തൗ, അവർ രണ്ടുപേരും ന വിജാനീതോ, അവർ ജാനീതോ എന്ന് പറഞ്ഞാൽ മതി, അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. വിജാനീത എന്നാ വാക്ക്, എന്താ വിശേഷേണ അറിയണം മാത്രം, വെറുതെ അറിഞ്ഞാൽ പോരാ. വിജാനീതോ നായം ഹന്തി ന ഹന്യതേ, ഇത് ആരും കൊല്ലണമില്ല, ആരും കൊല്ലപ്പെടണമില്ല. ഈ ഭാഷയിൽ ഇംഗ്ലീഷിൽ നൗൺ എന്ന് പറയും, അല്ലെങ്കിൽ നാമം. അതിന് രണ്ട് വിഭക്തിയുള്ളൂ, ഒന്ന് പ്രഥമ, രണ്ട് തൃതീയ. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ കർത്താവ് രാമൻ രാവണനെ കൊന്നു, അതിൽ രാമൻ എന്നുള്ളത് വരുമ്പോൾ പ്രഥമ വിഭക്തിയാണ്, രാവണനെ കൊന്നു അങ്ങനെ വരാം. ഇനി ആ രാവണനെ എന്നുള്ളത് ചില രാവണനെയാണല്ലോ കൊന്നത്, ഒരാളെ, അങ്ങനെയും വരാം. രാമൻ കൊന്നു, രാവണനെ കൊന്നു, അങ്ങനെ രണ്ടേ വല്ലൂ. ഇത് രണ്ടും വിഭക്തിയിൽ ഗ്രാമറിൽ ഈ ക്രിയയ്ക്ക് പറ്റില്ല. ഇത് രണ്ടും നാമങ്ങളാണ്. രാമനും രാവണനെയും കൊന്നു എന്നുള്ളത് വേറെയാണ്, അത് ക്രിയാശബ്ദ. അപ്പോൾ ഈ ഇതിൽ സംസ്കൃത ഭാഷയിൽ തന്നെ, അല്ല മലയാളം അതെ, നാമങ്ങൾക്ക് ക്രിയ വരില്ല. അപ്പോൾ ഈ ആത്മാവ് എന്നുള്ളത് പേരാ, ഇതിൻ്റെ സച്ചിദാനന്ദ നാമരൂപം ആണല്ലോ ഞാൻ പറഞ്ഞില്ലേ. നാമരൂപം ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. എന്ത് സാധനത്തിന് എന്തുണ്ട്? ഈ മേശ എന്ന് പറയുന്നത് സച്ചിദാനന്ദാണ്. നാമരൂപം വരുമ്പോൾ അത് ചെറുതാവുക. അപ്പോൾ ഈ നാമരൂപങ്ങളൊക്കെ വരുന്നത് എപ്പോഴും ഇവിടെ എന്തുള്ളത് ഒരിക്കലും സാധിക്കില്ല. കൊല്ലപ്പെടുക, മരിക്കുക, ഇതെല്ലാം ക്രിയയിലേ വയ്ക്കൂ. ഈ നൗൺ അല്ലെങ്കിൽ എന്താ നൗണിൽ മലയാളം നാമം, നാമത്തിൽ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം നീ വിചാരിക്കുന്ന പോലെ ഇവരെ കൊല്ലാനും കൊല്ലപ്പെടാനും സാധിക്കില്ല. അത് ക്രിയ വേണം. ക്രിയ വേണമെങ്കിൽ എന്തു വേണം? ഒഴിവുണ്ടാവണം, സ്ഥലം ഉണ്ടാവണേ ക്രിയ വയ്ക്കൂ. ഇവിടെ ഒഴിവില്ല, സർവ്വതർ നിറഞ്ഞാൽ നിൽക്കണം. അപ്പോൾ അതുകൊണ്ടും ഇവരെ കൊല്ലണമില്ല, നീയെ അവർ മരിക്കണമില്ല, കൊല്ലപ്പെടണമില്ല. യ ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗതൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. ഇനി അടുത്ത ശ്ലോകം. ന ജായതേ മ്രിയതേ വാ കദാചിൽ നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. കുറച്ച് സംസ്കൃതം അല്ലെങ്കിൽ മലയാളം തന്നെ അറിഞ്ഞാൽ ഗീത സിമ്പിളാണ്, ഒരു പ്രയാസമില്ല. ന ജായതേ, ഈ ആത്മാവ് അല്ലെങ്കിൽ ശരീരം ജനിക്കണില്ല. ജനിക്കണമെങ്കിൽ അത് മുമ്പ് ഇല്ലാത്തത് ആവണം, എന്നാലേ ജനിക്കൂ വയ്ക്കൂ. അപ്പോൾ അതിന് സമയം ബാധകമാവും. ഇതങ്ങനെയല്ല, സർവത്ര ഉള്ളതാണ്, സദാ ഉള്ളതാണ്. അപ്പോൾ ജനിക്കാൻ വയ്യ. ജായതേ, ജനിച്ചിട്ടില്ലെങ്കിൽ ഇവനെ മരിക്കലില്ലല്ലോ, ജനിച്ചതല്ലേ മരിക്കൂ. എന്നാ മ്രിയതേവ കഥാചി, ഒരിക്കലും ഈ ശരീരം ജനിക്കുക മരിക്കുക ഇതതിന് സാധ്യമല്ല. കാരണം അത് സർവത്ര നിറഞ്ഞതും സദാ ഉള്ളതുമാണ്. ഇത് രണ്ടും സാധിക്കില്ല. ഇതിനൊക്കെ വാസ്തവൊരു വ്യാഖ്യാനത്തിൻ്റെ പ്രശ്നമില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബുദ്ധി ആലോചിക്കണം. നായം ഭൂത്വ ഭവിത ന ച ഭൂയ, ഉണ്ടാവുക, ഇല്ലാത്ത പിന്നെ നിലനിൽക്കുക, ഇല്ലാണ്ടാവുക, ഈ വക കാര്യങ്ങളൊക്കെ പരിമിതമായ സാധനത്തിനേ ഉള്ളൂ. പരിമിത സാധനങ്ങൾ ഉണ്ടാവാൻ വയ്യ. കാരണം ബോധമാണ് ഉള്ളത്. ബോധം ഉള്ളത് എന്ന് പറഞ്ഞാൽ സർവ്വതം നിറഞ്ഞത്, സദാ ഉള്ളത്, അതിനൊരു കാരണമില്ലാത്തത്. മറ്റതൊക്കെ ഉണ്ടായി എന്ന് തോന്നിയതാണ്. ഈ ശരീരങ്ങളും എല്ലാ കാര്യം തന്നെ, ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായി എന്ന് തോന്നിയതാണ്, സങ്കല്പമാണ്, അല്ലാണ്ട് വയ്യ. രണ്ടും കൂടിയിട്ട് സാധിക്കില്ലല്ലോ. ആ അതിന് ഒരു ഉദാഹരണം പറഞ്ഞ അജോ, ജനിക്കാത്തവനാണ്. അതിന് പിന്നെ നിത്യ എന്നുമുള്ളവനാണ്. അപ്പോൾ പിന്നെ ഈ അജനാണെന്ന് പറയുന്നത് തന്നെ നിത്യനാവണം. ജനിച്ചാൽ അതിന് മുമ്പുള്ള ആളല്ല, ഇപ്പോഴല്ലേ ജനിക്കുക. അങ്ങനെയല്ല പറയാൻ അജോ നിത്യ. വേറെ ഒന്നുകൂടി പറഞ്ഞു, ശാശ്വത, ഏത് കാലത്തും ഉള്ളതാണ്. ശാശ്വതോ പുരാണോ, ഏത് കാലം എന്ന് പറയാൻ വയ്യ, ആ കാലം മുതൽക്ക് തന്നെ പുരാണോ. ഇങ്ങനെയുള്ള ഈ ശരീരി ന ഹന്യതേ, ഒരിക്കലും മരിക്കുന്നില്ല. നന്ന ഹന്യമാനേ
ശരീരം നശിക്കുമ്പോൾ ഈ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. ഏതുപോലെ എന്ന് ഉദാഹരണം പറഞ്ഞു, പണ്ടം തന്നെ എടുക്കണം. പണ്ടം അങ്ങോട്ട് ഉടച്ചാൽ പണ്ടത്തിൻ്റെ ആ നാമരൂപം മൊയ്യുന്നല്ലാണ്ട് സ്വർണം മരിക്കുക അങ്ങനെ വയ്യല്ലോ. സ്വർണത്തിൽ ഈ പണ്ടത്തിലെ സ്വർണം മരിക്കുക അത് വയ്യ. സ്വർണം എപ്പോഴും സ്വർണ്ണമായിട്ട് നിൽക്കണു. രൂപം മാറ്റം മാറി അത് എപ്പോഴും ഉണ്ടാവില്ല. ഇത് ആ സ്വർണത്തിനും കൂടി ഒരു വിഷമുണ്ട്. സ്വർണ്ണമൊക്കെ കുറച്ച് ചുരുങ്ങും ഇല്ലാതെയൊക്കെ ചെയ്യും. വ്യയുണ്ട് സ്വർണത്തിനൊക്കെ. ആത്മാവിന് അതുമില്ല. ഒരു കാലത്തും സാധ്യമല്ല എന്ന് പറഞ്ഞു. ന ജായതേ മ്രിയതേ വാ കദാചിൽ നായം ഭൂത്വാം ഭവിത വാ ന ഭൂയ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരെ. കുറച്ച് പ്രാവശ്യം തങ്ങോട്ട് കേട്ടാൽ പരിചയായാൽ പിന്നെ ഗീത വാസ്തവത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ഈ കടുപ്പമൊന്നും അതിനില്ല. അല്പബുദ്ധി വേണം. തീരെ ശ്രദ്ധിക്കാൻ പറ്റില്ല. യുക്തി ശാസ്ത്രാവണം. ഇപ്പം നമ്മൾ ശാസ്ത്രം അല്ലാണ്ട് നമ്മൾ സങ്കല്പങ്ങളും ചില കാർഷികയെന്ന് വിചാരിക്കുക. അതെ, ഈ കാര്യം അതിൻ്റെ രസിക്കത്വമൊന്നും കിട്ടാണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അർത്ഥം സ്ഫുരിക്കും. അതെ, നമ്മളെയായി പറയണത് നമ്മളിക്കില്ല. അതേ അടുത്ത ശ്ലോകം എല്ലാം നശിക്കത്തില്ല പറയണം. വേദാവിനാശിനം നിത്യം യ ഏനം അജം അവ്യയം കഥം സപുരുഷ പാർത്ഥ കം ഘാതയതി ഹന്തികം. വേദ അവിനാശിനം, ഈ ആത്മാവിനെ ശരീരെ നീയെ നശിക്കാത്തവനാണ് എന്ന് വിധിച്ച അറിയണം. എന്നുവെച്ചാൽ നമുക്ക് അനുഭവം ഉണ്ടാവണം. അപ്പം പിന്നെ ഈ നിത്യം ഏത് കാലത്തുമുണ്ട് നിത്യം. പിന്നെ ഏനം അജം അവ്യയം, മുമ്പ് പറഞ്ഞ ജനിക്കാത്തവനും എത്ര വന്നാലും നഷ്ടം വരാത്തവനുമാണ് എന്ന് നീ അറിയുക. കഥം സ പുരുഷ പാർത്ഥ, ആ പുരുഷനെ കം ഘാതയതി ഹന്തികം, അവനെ ആര് കൊല്ലും, അവൻ ആരാൽ കൊല്ലപ്പെടും. ഈ കൊല്ലലും കൊല്ലപ്പെടലും എന്നൊക്കെ പറയുന്നതൊക്കെ പരിമിതത്തിലേ ഉള്ളൂ, പൂർണ്ണത്തിൽ ഇതില്ല. ഈ ആ ശരീരത്തിൽ പല മാറ്റങ്ങൾ, ഇതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പല മാറ്റങ്ങളും വരുന്നുണ്ട്. എന്തൊക്കെ മാറ്റം ശാസ്ത്രമാണതെന്ന് പിന്നെ എനിക്ക് പറയേണ്ടി തോന്നുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ. കാരണം മാറ്റം വരണമെങ്കിൽ മാറ്റം വരാത്ത ഒന്ന് അതിൻ്റെ അടിയിലുണ്ടാവണം. അത് എന്നാലേ സാധിക്കുള്ളൂ. മാറ്റം വരാത്ത ഒന്നാവണമെങ്കിൽ അത് സർവ്വതം നിറഞ്ഞതാവണം, അത് നശിക്കാത്തതാവണം. അതിൻ്റെ മുകളിൽ അപ്പോൾ ഈ ലോകം കോടാനുകൂടി നക്ഷത്രങ്ങളുണ്ടോ പറയുന്നു, അതൊക്കെ തിരിയണു പറഞ്ഞു. ഇതൊക്കെ തിരിയണതും എല്ലാ കാര്യങ്ങളും ഏതിലാണ്? ആകാശത്തിലാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ആകാശം എന്താണെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാവായിട്ട് പറ്റൂല. കാരണം ആകാശത്തു നിന്നാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ആകാശത്തിനെ അറിയാം. ഒരു ഉദാഹരണം സാധാരണ നാടൻ ഭാഷയിൽ പറയാം. അപ്പം എൻ്റെ അച്ഛൻ്റെ കല്യാണം എങ്ങനെയുണ്ടായതെന്ന് എനിക്ക് പറയാൻ വയ്യ. കാരണം ഞാൻ ജനിച്ചിട്ടില്ല. അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ഞാൻ ജനിച്ച ശേഷം ഉള്ളവരുടെ കല്യാണമൊക്കെ എന്തൊക്കെയാണ് എനിക്ക് പറയാം. അച്ഛൻ്റെ കല്യാണം എങ്ങനെയാണെന്ന് ഞാനെങ്ങനെയാണ് പറയുക? അത് സാധിക്കില്ല. കാരണം അതിനൊരർത്ഥമില്ല. അച്ഛന് ശേഷമാണല്ലോ ഞാൻ ഉണ്ടാകുന്നത്. അതുപോലെ ആ ശരീരി എന്നുള്ള ഒന്നുണ്ടാകുന്നതാണ് ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാമെന്നല്ലാണ്ട് ആ പ്രപഞ്ചത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഈ പ്രപഞ്ചത്തിന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരിക്കലും വയ്യല്ലോ, യുക്തിക്ക് വിരുദ്ധല്ലേ. അതാ പറഞ്ഞത്. ആരെ കൊല്ലുന്നു, ആര് ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊന്നും നടക്കാത്തതാണ്. എങ്ങനെ? യുക്തിക്ക് സാധ്യമല്ല. യുക്തിയാണല്ലോ ഗീതയുടെ പ്രധാന രസികത്വം. കഥ പറയില്ലല്ലോ. ഒരു കാലത്തും ഇതിനെ കൊല്ലാനോ അല്ലെങ്കിൽ അത് കൊല്ലപ്പെടാനോ ഒന്നും സാധിക്കില്ല എന്ന് വളരെ വ്യക്തമാണ്. അടുത്ത ശ്ലോകം. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാൻ അന്യാനി സംയാതി നവാനി ദേഹി. നല്ല ഭംഗിയുള്ള ശ്ലോകം ചെല്ലം തന്നെ. ഈ മുണ്ട് നമ്മൾ പുത്തം കൊണ്ടെടുത്ത് എടുക്കും. കുറച്ച് കഴിഞ്ഞാൽ അത് കുറേശ്ശെ ചളി വരിക, കീറുക ഒക്കെ വന്നാൽ അതൊക്കെ കളയാനും നമുക്ക് സന്തോഷമാണ്. കാരണം നമ്മുടെ പുതിയ പുസ്തകം വേണ്ടതുണ്ട്. എന്താണ്, ദരിദ്രന്മാരുന്നല്ലേ, എത്ര വേണമെങ്കിൽ വസ്ത്രമാണ് നമ്മളുടെ ഇടയിലുള്ളത്. അപ്പോൾ പുത്തം അത്രയും മുഷിഞ്ഞില്ലെങ്കിൽ തന്നെ ചിലപ്പോൾ കളയും, എന്നിട്ട് പുത്തെടുത്ത് കൊടുക്കും. അത് ഉണ്ട്. അതുപോലെ ഏകദേശം ഉദാഹരണം പറയുന്നത്, ഈ ആത്മാവിന് എത്ര വേണമെങ്കിൽ ശരീരമുണ്ട്. കാരണം ഇത് ശരീരം ചുരുക്കും, ആത്മാവ് പൂർണ്ണവും. അപ്പോൾ എത്ര വേണമെങ്കിൽ പുതിയ ഈ ശരീരം എടുക്കാൻ ഒരു പ്രയാസമില്ല. ഏതുപോലെയാണോ നല്ല പ്രകാരൻ കുറച്ച് മുഷിഞ്ഞാൽ ആ വസ്ത്രം കളഞ്ഞ് പുതിയ വസ്ത്രം എടുക്കുന്നത്, അതുപോലെ ഈ ശരീരി
തൻ്റെ തൻ്റെ കയ്യിൽ ഇഷ്ടം പോലെയാണ് ഇരിക്കുന്നത്, കാരണം പൂർണ്ണനാണല്ലോ. വേറെ ഒരു ശരീരത്തെ എടുക്കുകയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിലെന്താ നഷ്ടമുള്ളത്? ഈ ശരീരയ്ക്ക് പ്രകടാവാനാണല്ലോ ഈ ശരീരം. ഏതുപോലെ വിദ്യുച്ഛക്തി എല്ലാവർക്കും നിറഞ്ഞിരിക്കുന്നുണ്ട്. പ്രകടാവാൻ ഒരു ബൾബ് വേണം. ആ ബൾബ് കേട് വന്നാൽ ആ ബൾബ് അങ്ങോട്ട് കളഞ്ഞിട്ട് പുതിയൊരു ബൾബായിട്ട് ആദ്യം ലൈറ്റായി. ഇലക്ട്രിസിറ്റി നശിപ്പിക്കാൻ പറ്റില്ലല്ലോ അവിടെ, ബൾബല്ലോ. ഇലക്ട്രിസിറ്റിയും സ്വാഭാവികമായിട്ട് നമ്മൾ ശാസ്ത്രം പറയുമ്പോൾ നശിക്കുന്നുണ്ട് കുറേ കഴിഞ്ഞാൽ. കാരണം കുറേ കഴിഞ്ഞാൽ അതിൻ്റെ ആ പവർ തീരുമല്ലോ. അപ്പോൾ പുതിയ ആദ്യം ഉണ്ടാക്കണം. സാധനം ഇവിടെ ഉണ്ട്. ഈ പ്രകൃതിയിൽ ഇലക്ട്രിസിറ്റി നശിക്കലില്ല, അത് എത്ര കഴിഞ്ഞാലുമില്ല. ആ ഇലക്ട്രിസിറ്റിയെ പോലുള്ള ഒരു ശക്തി പോലും ഈ പ്രകൃതിയിൽ നശിക്കുന്നില്ലെങ്കിൽ ആ പ്രകൃതിയെ പോലും ഉണ്ടാക്കിയ ഈശ്വരനിൽ എന്ത് നാശം ഉണ്ടാവുക? ആ ശരീരയിൽ അതൊരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ശരീരം വിടുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വാസ്തവത്തിലൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമുക്ക് എൻ്റെ ഈ പ്രായം അയച്ചാൽ എത്ര ആളുകളാ ആഗ്രഹിക്കണം ഒന്ന് മരിക്കാൻ. വയസ്സായിട്ട് മരിക്കൂട്ടില്ലേനും മരിച്ചാൽ കൊള്ളുന്ന മോഹമുണ്ട്, കൊല്ലും വയ്യ. എത്ര ഞാൻ അനുഭവം കാണാറുണ്ട്. ഒരു കൊല്ലം മിറ്റായിട്ട് കിടക്കുന്ന ആളുകളുണ്ട്, ഒന്ന് മരിച്ചു കിട്ടിയാൽ നോക്കണ്ട്. അവർക്കും നോക്കണ്ട്, നോക്കുന്നവർക്കുണ്ട്. മരിക്കണ്ടേ, സാധിക്കില്ല. അപ്പോൾ മരണം ഒരു പരിഭ്രമമൊന്നുമല്ല എന്ന് പറയും. പക്ഷെ ഇവിടെ ഒരു സംശയത്തിന് ഒരു ചോദ്യം ചോദിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ വസ്ത്രം ഒന്ന് പഴകിയിട്ടല്ലേ കളിയുള്ളൂ. ഇവിടെ ചില കുട്ടികൾ ജനിച്ച് 3 ദിവസം കഴിയുമ്പോൾ മരിക്കുന്നു എന്ന് കാണാറുണ്ട്. അപ്പോൾ അതെന്താ അങ്ങനെ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും സംശയം തോന്നാം. ഇവിടെ ഈ ഉപമ രണ്ടിനും രണ്ടാണ്. വസ്ത്രത്തിൻ്റെ ഉപമയുടെ അർത്ഥം ആവശ്യമുണ്ടെങ്കിൽ പുതിയ വസ്ത്രം എടുക്കണു എന്ന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് മറ്റു കാര്യങ്ങൾ എടുക്കാൻ പാടില്ല. ഇവിടെ വന്നിട്ടുള്ള ഇവിടുത്തെ വിശിഷ്ടം എന്താ വെച്ചാൽ ചില ഈ വാസനകളുണ്ടല്ലോ, അത് അനുഭവിച്ച് തീരാനാണ് ഈ ശരീരം എടുക്കുന്നത്. അപ്പോൾ കുറച്ച് മാത്രം വാസന ഉണ്ടാവുള്ളൂ. അതാണ് വസ്ത്രങ്ങളുടെ അത് കൊടുത്തിട്ടാണ് വരുന്നത്. ആ വാസനയെ കഴിഞ്ഞു. അപ്പോൾ 5 ദിവസം കഴിഞ്ഞു മരിച്ചു. അയാൾക്ക് ഇങ്ങനെ ഒന്ന് ജനിച്ച് ഇത് അനുഭവിക്കണമെന്ന് ഉണ്ടാവും ആ ജീവനെ. അതിൻ്റെ വാസന കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി. അല്ലാണ്ട് ഇത് അതേപോലെ ഉപമ ആയിരിക്കും എടുക്കാൻ പാടില്ല. ഇത് വേറൊരു കാര്യമാണ്. ഇത് നമ്മൾ തന്നെയല്ലോ, വാസനയാണല്ലോ. ഈ മുണ്ടെടുക്കണം തോന്നി, വേണ്ട പറഞ്ഞാൽ അത് കളയണില്ലേ, ആ കാര്യം എടുക്കാവൂ. അല്ലാണ്ട് വസ്ത്രത്തിനെ മാത്രം എടുക്കരുത്. വസ്ത്രത്തിനെ എടുത്താൽ നമുക്ക് തെറ്റ് വരും. അങ്ങനെയാണെങ്കിൽ കാരണം കുറേ കഴിഞ്ഞിട്ടല്ലേ എല്ലാവരും മരിക്കാൻ പാടുള്ളൂ അല്ലേ? അതില്ല. എന്തൊരു വാസന കൊണ്ടാണോ വന്നിട്ടുള്ള ഇവിടേക്ക്, ആ വാസന കഴിയുന്നത് വരെ ഈ ശരീരം ഉപയോഗിക്കും. ആ ശരീരം അത് കഴിഞ്ഞാൽ അപ്പം അത് കണ്ടുകൊടുക്കും. ഒരു തരം പുഴുവിനെ ഞാൻ പറ്റി പറയാറുണ്ട്. അങ്ങനെ ഒരു ദിക്കിൽ കുത്തും, എന്നിട്ട് അങ്ങേപ്പുറത്ത് ഇങ്ങനെ പിടിക്കുക രണ്ടും, ഒരു തല പൊക്കിയിട്ട് ഇങ്ങനെ കുറച്ച് നീക്കിയിട്ട് അപ്പുറത്ത് കൊണ്ട് കുത്തും. അവിടെ കുത്തിയ ശേഷം ഇങ്ങേപ്പുറത്ത് വിടുള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ട് വയ്ക്കും. ഇതുപോലെയാണ് നമ്മുടെ മരണം എന്നാണ് പറയുന്നത്. വാസന വേറൊരു ദിക്കിൽ കുറച്ച് ബാക്കി വാസന ഉണ്ടാവും. അത് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടാൽ ഇവിടുന്ന് കണ്ടെടുക്കും, എന്നിട്ട് അവിടെ ചെല്ലും. പിന്നെ അവിടുന്ന് വാസന കഴിയും. ഇങ്ങനെ എന്താ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ ഈ വാസനകളെല്ലാം ഇല്ലാതെയായിട്ട് ഈശ്വരനാണ് ഞാൻ എന്ന ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ജനനവുമില്ല മരണവുമില്ല. അപ്പോൾ ജീവിതത്തിൽ ഒരാളുകൾ ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ കുറേ വാസന ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വാസന പൂർണ്ണമാക്കാൻ ആ സങ്കല്പം പൂർണ്ണമാക്കാനായി ജീവിക്കുന്നത്. സങ്കല്പം തീരെ ഇല്ലാതെയായിരിക്കുക, പിന്നെ ജനനവുമില്ല മരണവുമില്ല ഒന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സങ്കല്പം തയ്യാറായി അത് നേരെയാക്കാൻ ശ്രമിച്ച് ആ സങ്കല്പം കഴിഞ്ഞതിൻ്റെ മുമ്പേ 15 സങ്കല്പം വേറുണ്ടാക്കി. അപ്പോൾ പിന്നെ അതിന് പോകണം എന്നൊന്നും അവസാനമില്ല. അത് ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറയും, സർവസങ്കല്പ സന്യാസി യോഗാരൂഢസ്തദോച്യതേ 6 പറയുന്നുണ്ട്. എല്ലാ സങ്കല്പങ്ങളും പോയാൽ അയാൾ യോഗാരൂഢനായി, പിന്നെ പ്രശ്നമില്ല. പിന്നെ അയാൾ ചിലപ്പോൾ ഈ ലോകത്ത് ജീവിച്ചു എന്ന് വരും. അതെങ്ങനെയാണ്? വെള്ളത്തിൽ കിടക്കുന്ന താമരയുടെ എല്ലാ പോലെയും പറയും, പത്മപത്രം വിവാംഭസ എന്നൊക്കെ ഗീതയിൽ പറയും. അയാൾക്ക് വാസനയില്ല, അയാൾ ഈശ്വരനെ പോലെയാണ്. ഈശ്വരനെ എന്തും ചെയ്യാമല്ലോ. അതുപോലെ ഈ ജീവനും ഈശ്വരനെ പോലെ ആയിരിക്കുന്നുണ്ട്. ശരീരം ഇങ്ങനെ നിൽക്കുന്നത് മാത്രം. അപ്പോൾ വാസാംസി ജീർണം എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ ഒരു സംശയം ചോദിച്ചാൽ അതിന് ഉത്തരം എന്താണ്? ഇവിടെ വസ്ത്രം എന്ന് പറയുന്നത് ആയുസ് അല്ലെങ്കിൽ വാസനയാണ്. അത് മതിയായാൽ അത് വിട്ടിട്ട് പുതിയ ഇതിനെ എടുക്കുമെന്നായി പറയുന്നത്. ഇനി അടുത്തത് നയനം ചിന്തന്തി ശസ്ത്രാണി നയനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത. 5 ആണ് ഈ പഞ്ചഭൂതങ്ങൾ. അതിൽ ആകാശത്തിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി 4നെ പറ്റി പറയണ.
വായു, അഗ്നി, ജലം, ഭൂമി. അതിനെ പറ്റിയാണ് പറഞ്ഞത്. നയനം ചിന്തന്തി ശസ്ത്രാണി. ഇതിവിടെ ഭൂമിയുടെ അംശം. ഭൂമി എന്ന് പറഞ്ഞാൽ ഈ ഘനപദാർത്ഥം എന്നർത്ഥമാണ്. പലർക്കും ഇത് മനസ്സിലാകത്തുണ്ട്. അതിനെ ഘനപദാർത്ഥം ഇതിന് മുറിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഒരു വാളുകൊണ്ടോ മറ്റുകൊണ്ടൊക്കെ വേണ്ട. ഈ ആത്മാവിനെ വേണ്ട. വാളുകൊണ്ട് വെള്ളത്തിനെ മുറുക്കി വയ്ക്കുക, എന്നിട്ട് വയ്യ. തീയിനെ മുറുക്കി വയ്ക്കുക, വായുവിനെ മുറുക്കി വയ്ക്കുക. ഘനപദാർത്ഥത്തിനെ മാത്രമേ മുറുക്കി വയ്ക്കൂ. അതിൻ്റെ അപ്പുറത്തുള്ളതൊന്നും മുറിക്കാൻ വയ്യ. ഈ ആത്മാവ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഒക്കെ കാരണമായ സാധന. അതിനെ ഒരിക്കലും മുറിക്കാൻ പറ്റില്ല, സംശയമില്ല. കാരണം സർവത്രം എന്ന് പറഞ്ഞതിന് മുറിക്കാൻ വെച്ചാൽ അപ്പോൾ ഒരു ഇടപെടേ, ഇടണ്ടാവാൻ വയ്യ അവിടെ സർവത്രം എന്ന് പറഞ്ഞതാ. അപ്പോൾ ഇതിനെ ഒരിക്കലും എന്തിനു പറ്റില്ല, വാളിന് മുറിക്കാൻ പറ്റില്ല. അർത്ഥം മനസ്സിലാക്കുന്നത് ഘനപദാർത്ഥത്തിന് ഇതിനെ ഇല്ലാതെയാക്കാൻ പറ്റില്ല. അല്ലാണ്ട് വാള് ചലിക്കില്ലേ, അങ്ങനെ ആരെ ചലിക്കും. ആ ചലനമല്ല ഇവിടെ അർത്ഥം. നമ്മൾ അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം, അതിൻ്റെ ആന്തരാർത്ഥം എടുക്കണം, അല്ലാണ്ട് ബാഹ്യ അർത്ഥം എടുക്കരുത്. കാരണം ശരീരം എന്ന് പറയുന്നത് സർവ്വതം നിറഞ്ഞതാണെന്ന് ബോധ്യം വന്നാൽ പിന്നെ എങ്ങനെയാണ് മുറിക്കുക? മുറിഞ്ഞാൽ രണ്ടായില്ലേ? അതായത് മുറിഞ്ഞാൽ അപ്പോൾ ഒരു ഇട വരും. അപ്പോൾ ഇടയിലാവും. ഇട എന്നുള്ളത് ഈ ഇതിനേക്കാളും വലുതാവും. വരും. അപ്പം അത് നടക്കില്ലല്ലോ. ഈ ദേവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കും. അത് വയ്യ. അപ്പോൾ ഒരിക്കലും വാളിന് എന്ന് പറഞ്ഞാൽ ഘനപദാർത്ഥത്തിന് ദ്രവപദാർത്ഥത്തിനെ പോലും മുറിച്ചു വയ്യ. പിന്നെ എന്താണ്, തീയിനെ മുറിക്കാൻ പറ്റില്ല എന്ന് പറയാനില്ലല്ലോ, സാധിക്കില്ല. നയനം ചിന്ത നയനം ദഹതി പാവക. ഈ തീയിനെ ആരെ ദഹിപ്പിക്കാൻ പറ്റില്ല? ആത്മാവിനെ, ശരീരം. എന്താ ചോദിച്ചാൽ ഒന്നും വേണ്ട. തീയിന് വായുവിനെ ഒന്ന് കത്തിക്കാൻ പറ്റുമോ? വായു ഉണ്ടെങ്കിലേ തീയിന് കത്താൻ പറ്റുള്ളൂ, അല്ലേ? ഒരു പ്രത്യേകത ഉണ്ട് വായുവിന് കേട്ടോ. തമാശ കഥയിൽ പറയാറുണ്ട്. തീയും കാറ്റും തമ്മിൽ ഒരു രസമുണ്ട്, ഒരു ലേശം വിപരീതമുണ്ട്. തീ ചെറിയ തീയായിരിക്കുക, എന്നാൽ കാറ്റ് ഊതി കൊടുത്തു. ഒന്നിങ്ങനെ ചെറിയ കാര്യം അങ്ങനെ കൊടുത്തു. നല്ല തീയായിരിക്കുക, കാറ്റ് ഊതി കേട്ടിട്ട് അവനെ നല്ലോണം കത്തിപ്പിക്കും. അതാണ് അതിന് ഞങ്ങൾ സാധാരണ പറയാ, ബലവാന്മാർ സാധുവായിരിക്കുക. ഈ സാധുവിനെ ബലവാൻ ഒന്നും മേടും, ബുദ്ധിമുട്ടിക്കും. രണ്ട് ബലവാനാണെങ്കിൽ അവർ തമ്മിൽ രണ്ടാളും സന്തോഷമാണ്. മറ്റേ വേറൊരാളെ ഉതിരിക്കാനാ പോകുക അവർ. കാരണം രണ്ടാളുണ്ടല്ലോ. അത് മര്യാദ തീരെ. തീയിന് വായുവിനെ ഒന്നും കാട്ടാൻ പറ്റില്ല, സാധിക്കില്ല. ആകാശത്തെ പറ്റി കാട്ടാൻ പറ്റില്ല, പറയാനുമില്ല. ആകാശം ചൂടാവുക ഒന്നില്ല, സാധ്യമില്ല. പിന്നെ നയനം ക്ലേദയന്തി ആപോ. ഇത് നനയ്ക്കണില്ല ആരെ? ആത്മാവിനെ. നനയ്ക്കുക എന്ന് പറയണമെങ്കിൽ ഇതൊന്നും ഒട്ടൊരു സാധനത്തിനും വേണ്ടേ? അതില്ല, വയ്യ. ഈ ഘനപദാർത്ഥത്തിനെ കുറച്ച് നനയ്ക്കാൻ പറ്റും. വെള്ളത്തിനെ നനവ് കയറുമല്ലോ. തീയിനെ നനയ്ക്ക് വയ്ക്കുമോ? വയ്യ. വായുവിനെ നനയ്ക്കാൻ പറ്റുമോ? ഒന്നും വയ്യ. ആകാശത്തെ പറ്റി പറയാനുമില്ല. എന്നാൽ ശോഷം ഏത്? മാരുതൻ വായു, കാറ്റ്. അത് നമ്മളെ എങ്ങനെയല്ല ശോഷിക്കുക. ഇങ്ങനെ കാറ്റടിച്ച് ഇങ്ങനെ പറയുമ്പോൾ കുറേ കഴിഞ്ഞാൽ അതിങ്ങനെ എന്താ ചുങ്ങ കൊണ്ടാട്ടം ഉണ്ടാക്കണില്ലേ? കൊണ്ടാട്ടമൊക്കെ ചുക്കുകയാണല്ലോ. എന്നിട്ട് കുറേ കാലം സൂക്ഷിക്കുക. ആ വലിയ മാങ്ങയൊക്കെ അല്ലെങ്കിൽ ചക്ക കൊണ്ടാട്ടം അങ്ങനെ ചെറുതായിട്ട് ചെറിയതാവുമല്ലോ. അരി കൊണ്ടാട്ടം കണ്ടില്ലേ? വളരെ വലുതാവും. നോക്കി എത്തിരി ഉണ്ടാവും. ആ മാതിരി ഇത് ചെയ്യാനും ഇത് സാധിക്കുന്നില്ല. ഒരാളെ വിട്ടുപതിൽ ആരെ? ആകാശം. ആകാശത്തെ പറ്റി പറഞ്ഞിട്ടില്ല. കാരണം ഇതൊക്കെ ആകാശത്തിൽ അന്തർഗത. ഈ നാലെണ്ണം ആകാശം സർവ്വത്ര നഞ്ഞതാ. അതിനെ ഒന്ന് കൊല്ലുക, നീങ്ങുക, ഇതൊന്നും പറയാൻ പറ്റില്ല. ഒരു വിധത്ത് പറഞ്ഞ ആകാശം ഈ ബോധത്തെ പോയാ. ബോധം സർവ്വത്ര നിറഞ്ഞതാണ്. ആകാശവും എന്താ വ്യത്യാസം? അതോ ആകാശം ജഡാണ്, ബോധം ചൈതന്യാണ്. എന്താ വ്യത്യാസം? കാരണം ആകാശത്തിൻ്റെ നിലനിൽപ്പ് അറിയില്ല, ജഡാണ്. വികാൻ സ്വാമി പറഞ്ഞില്ല. അല്ല, ബോധമുണ്ട്, ആകാശമുണ്ട് ഉണ്ടല്ലോ. രണ്ട് ഉണ്ടെന്നല്ല പറയണത്. ഈ ആകാശം എന്ന് പറയണത്, ഒഴിവ് എന്ന് പറയണത് പോലും ഒരു സങ്കല്പമാണ്. സങ്കല്പമേ ഉള്ളൂ, അല്ലാണ്ട് മറ്റതില്ല, സാധിക്കില്ല. അപ്പോൾ ആ റെയിൽവേ പാളത്തിലുള്ള ഞാനൊരു പുഴുവിൻ്റെയും ആ തീവണ്ടിയുടെയും കഥ പറഞ്ഞിട്ടുണ്ട്. തീവണ്ടി എത്ര കേബനാണെങ്കിലും ജഡാണ്. അതിന് നിശ്ചയിച്ച വഴിയിലേ പോകാൻ പാടുള്ളൂ. പുഴു അങ്ങനെയല്ല. റെയിൽവേലിരിക്കാം, റെയിലിൻ്റെ ചോട്ടിലേക്ക് ഇരിക്കാം, റെയിലിൽ നിന്ന് വിട്ടും പോവാം. കർത്തും അകർത്തും അന്യഥാകർത്തും ശക്യം ചൈതന്യം എന്നാണ് ശങ്കരാചാര്യ പറയുന്നത്. അത് ഒരൊറ്റ ആൾക്കേ ഉള്ളൂ.
അതാർക്ക് ജ്ഞാനത്തിന് ആത്മാവിന് അല്ലെങ്കിൽ ശരീരയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആകാശത്തിനെ എടുക്കാത്തത്. ആകാശം ജഡമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, സർവത്ര നിറഞ്ഞതാണോ ചോദിച്ചാൽ സാങ്കല്പിക്കാണല്ലോ. സാങ്കല്പികമായിട്ട് സർവത്ര നിറഞ്ഞതാണ്. ആകാശമൊന്നും പിന്നെ ആത്മാവും രണ്ടുണ്ടോ പറഞ്ഞാൽ ഇവരെ ഈ ആകാശം എവിടെയായി നിൽക്കണം ചോദ്യം വരും. ആത്മാവിലെ ആകാശമോ ആകാശത്തിലെ ആത്മാവോ ചോദ്യം വരും. ആത്മാവിലല്ലേ ആകാശം നിൽക്കുന്നുണ്ടെങ്കിൽ നിൽക്കണില്ല. നമുക്ക് വ്യവഹാരത്തിന് ഇതൊക്കെ പറയേണ്ടി വരും. ഈ ആത്മാവിലെ ആകാശം ഇല്ലയോ യാതൊന്നുമില്ല. പക്ഷെ ജീവിക്കുമ്പോൾ നമ്മൾ ഇപ്പം ഞാനിത് പറയണം, നിങ്ങൾ കേൾക്കണമെങ്കിലൊക്കെ വേണമെങ്കിൽ ഈ വ്യവഹാരത്തിൽ ഇതൊക്കെ കൂടാണ്ട് കഴിയില്ല. ഏതുപോലെ മണ്ണ് ആണ് കുടന്ന് പറഞ്ഞാലും വെള്ളം കൊണ്ടുവരണമെങ്കിൽ കുടത്തിൻ്റെ രൂപത്തിൽ നിൽക്കണമല്ലോ. അതുപോലെയാണ് ഈ ആകാശത്തിനുള്ളത്. അപ്പോൾ നയനം ചിന്തൻ ശസ്ത്രാണി നയനം ദഹരി പാവക എന്ന ചൈനം ക്ലേദയൻ ദ്യാപോ എന്ന ശോഷയരി മാരുത. അതന്നെ മറ്റൊരു തരത്തിൽ പറയുന്നു. അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷ്യ ഏവച്ച നിത്യ സർവഗത സ്ഥാണു അചലോയം സനാതന. ആദ്യത്തെ വരിയിൽ ഈ പറഞ്ഞ 4 അച്ഛേദ്യോയം ഛേദിക്കാൻ വയ്യ, അച്ഛേദ്യോയം അദാഹ്യോയം ദഹിപ്പിക്കാൻ വയ്യ, അക്ലേദ്യ നനയ്ക്കാൻ വയ്യ, അശോഷ്യ ശോഷിപ്പിക്കാനും വയ്യ. ആദ്യം പറഞ്ഞ് 4 പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് എന്നുള്ളത് ചോട്ടിൽ നിത്യ ഇന്നും ഉള്ളതാണ്. അപ്പോൾ ഉള്ളത് ഉണ്ടായതിന് ഇതൊക്കെ ഈ പറഞ്ഞു പറ്റൂ. ഇത് നിത്യ സർവഗത സർവത്ര നിറഞ്ഞതാണ്. അത് കാരണം സ്ഥാണുവാണ്. സ്ഥാണു വെച്ചാൽ മാറ്റം വരാത്തത്. സ്ഥാണു സർവത്ര നിറഞ്ഞതിന് മാറ്റം വരും. സ്ഥാണു അതുകൊണ്ട് അചല ചലിക്കാൻ അചല അത് എന്ന് സനാതന. സനാതനം എന്ന് പറഞ്ഞാൽ എന്നോ എന്നുള്ള സമയത്തിന് അപ്പുറത്ത് ഒരു പ്രത്യേകത. നമ്മുടെ സനാതനം എന്ന് പറയുമ്പോൾ നമുക്കൊരു പഴമയാണ് എന്നൊരു തോന്നൽ ചിലർക്ക് വരും. അല്ലേ? അതിനാണ് ഉപനിഷത്തിലൊക്കെ പറയാ എന്താണ് ഈ ആത്മാവിനെ സനാതനോ നിത്യനൂതന. അങ്ങനെയാണ്. സനാതനനുമാണ് നിത്യനൂതനുമാണ്. കാരണം നിത്യനൂതനാണെന്ന് തോന്നുകയാണ്. അല്ലേ? ഈ നിത്യം എന്നൊന്നുമില്ലേ ഉണ്ടോ? ഈ സൂര്യൻ ഒരിക്കലല്ലേ നിത്യമൊക്കെ ഉള്ളൂ. നമുക്കിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ സനാതനം എന്ന് പറഞ്ഞാൽ ഒരു പഴതാണോ എന്ന് തോന്നുമെങ്കിൽ അല്ല എന്ന് കാണിക്കാൻ വേണ്ടി നിത്യനൂതന എന്നൊരു വാക്ക് പറഞ്ഞതാ. അല്ലാണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ശരീരം ഒരിക്കലും ഇങ്ങനെ മുറുക്കിയ സാധനമില്ല. ഇനി വെറും സാമാന്യക്കാരന് മനസ്സിലാവുന്ന ചില യുക്തി പറയാം ഈ ശരീരയുടെ കാര്യം. അഥചൈനം നിത്യജാതം നിത്യം വാമന്യസേ മതം തഥാവിത്വം മഹാബാഹോ നൈവം ശോചിതും അർഹസി. ഇവിടെ ശോചിതും അർഹസി എന്നൊരു വാക്കുണ്ട്. ശോചിക്കാൻ നിനക്ക് അർഹതയില്ലാതാ. ശോചിക്കണ്ടെന്നല്ല, ശോചിക്കാൻ. ഇപ്പോൾ അർഹത ഉള്ളതിക്ക് ഒന്ന് ശോചിച്ചാൽ പോട്ടെ, മനസ്സിലാക്കാം. എൻ്റെ ഒരു സാധനം നഷ്ടപ്പെട്ടു പോയി. അപ്പം നമുക്ക് നിത്യജീവിതമല്ലേ, അത് പോയില്ലെന്നൊരു ദുഃഖം തോന്നുക, അത് സഹിക്കാൻ പറ്റും. എനിക്ക് ഒരു 10 ലക്ഷം രൂപ ഈ ഷോർതി കിട്ടി, ഞാൻ നിലവിളിച്ചാലോ ആളുകൾ ചെറിയല്ലേ? കാരണം എല്ലാവരും ചെറുക്കുന്ന സമയം. ഇതുപോലെയാണ് ഇവിടെ. എന്താണത്? ഈ നമുക്ക് ഈ ആത്മാവ് ഒരിക്കലും മരിക്കില്ല, ജനിക്കില്ല. ഇതൊക്കെ അറിഞ്ഞിട്ട് നീ നിലവിളിക്കണമല്ലോ, അതാണ് അപകടം. അപ്പോൾ നമുക്ക് അറിയില്ലാത്ത ആളാണെങ്കിൽ ദുഃഖിക്കാം. നമ്മൾ നിത്യം കാണുന്ന സംഗതി മനസ്സിലാക്കിയിട്ടും പിന്നെ പറയണത് എന്താക്കുന്നത്? അഥ ചെയ്യണം ഏനം ഇതിനെ, ഈ ശരീരത്തിനെ നിത്യജാതം എന്നും ജനിക്കുന്നതാണ്. നിത്യം വാ മന്യസേ മൃതം. ജനിക്കുക മരിക്കുക. ലോകത്തിൽ ഇതാ അല്ലാണ്ട് ഒന്നുമില്ല. ഉണ്ടാവുക ഇല്ലാതെവ. ഇത് ഇതാണ് ലോകത്തിൻ്റെ. ഇത് നിത്യം മുമ്പിൽ കാണുന്നു. ഞാൻ എൻ്റെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ജനിച്ചു, എനിക്ക് വലുതുണ്ടായി, ഒക്കെ പോയി ഒക്കെ ഉണ്ടല്ലോ. ഇത് വളരെ വ്യക്തമായിട്ട് അറിയണമാണ്. ഇതിന് വലിയൊരു വേദാന്തം പഠിക്കുകയൊന്നും വേണ്ട. അതാണ് ഈ ശരീരം എന്ന് പറയുമ്പോൾ അതിൻ്റെ മരണത്തിൽ ദുഃഖിക്കാനില്ല. മാറ്റം വന്നുകൊണ്ടേയിരിക്കണം. ബാല്യം ഉണ്ടായിരുന്നു, അന്ന് യൗവനാവില്ല വെച്ചാലോ ദുഃഖമല്ലേ ഉണ്ടാവുക. യൗവനായ സന്തോഷമാണ് മാറ്റം വന്നത്. യൗവനം കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞ് മധ്യാവസ്ഥത, അത് സന്തോഷമാണ്. പരിഭ്രമം കഴിഞ്ഞൊക്കെ ഇത്തിരി വയസ്സാകുമ്പോഴാണ്. കാരണം മറ്റതൊക്കെ വേണേ ഇനി ഇത് വെയ്യനി അങ്ങനെ വെയ്യ. ഇതൊരു ചക്രാണ്. അതിങ്ങനെ കയറി വരുമ്പോൾ മാറി അത് കഴിഞ്ഞാൽ മരണം പിന്നെ ആദ്യം ഇങ്ങനെ മടങ്ങി വന്നുകൊണ്ടിരിക്കും. അവിടെ നമുക്ക് ഈ സംഘം ഒട്ടലുണ്ടാവുക. ഞാൻ ഇനി മരിക്കുമോ എന്ന് ഈ ശരീരം, അപ്പോഴാണ് ദുഃഖം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ രസമാണ് മരണം. കാരണം മരിച്ചിട്ടുണ്ടോ പുതിയ വസ്ത്രം എടുക്കാൻ. അപ്പോൾ അഥ ചെയ്യനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി. അങ്ങനെയാണെങ്കിലും ത്വം ഹേ മഹാബാഹോ. മഹാബാഹോ എന്ന് പറയാൻ കാരണം നമുക്ക് കുറച്ച് ഉശിരുള്ള ആളല്ലേ അർജുന. കയ്യൂക്ക ബുദ്ധിക്കും ശക്തിയുണ്ട്.
നല്ല വില്ലാളിയാണല്ലോ, വെറും എന്താ മൃഗീയ ശക്തിയല്ല, ബുദ്ധിശക്തികളാണ്. മഹാബാഹോ ന ഏവം ശോചിതും അർഹസി എന്നവിടെ. ശോചിക്കരുതെന്നല്ല, ശോചിക്കാൻ നിനക്ക് അർഹതയില്ല. രണ്ടും അർഹത ഉള്ളത് ചെയ്യുന്നതിന് വിരോധമില്ല. അർഹത ഇല്ലാത്തത് ചെയ്യുമ്പോഴാണല്ലോ തെറ്റ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പാടില്ല, കക്കല് എനിക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നിട്ട് ഞാൻ കട്ടാലാണെങ്കിൽ അയ്യേ മോശമാണ്, എന്നും കക്കനോട് കള്ളനാണ്. അയാൾക്ക് ഒരു ചോദ്യമില്ല, കാരണം അത് സ്ഥിരമാണ് അയാളുടെ തൊഴിൽ, എന്നും കക്കുക പതിവ്. അയാൾക്കില്ല. കക്കാത്തൊരാൾ കക്കുമ്പോഴാണ് അതെ ഇത് നിങ്ങൾക്ക് യോജിച്ചതല്ല കേട്ടോ എന്ന് അയാളോടല്ലേ പറയുള്ളൂ. നിത്യം കക്കണ ആളായിട്ട് അവൻ കക്കാഞ്ഞാല അത് അവന് യോജിക്കാത്തത് എന്നും നിലവും. ഈ ആത്മാവിൻ്റെ ഇതിന് എന്നും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് നീ ഇപ്പോൾ ഇവരെ മരിക്കൂലോ എന്ന് വെച്ചിട്ടാണല്ലോ പരിഭ്രമം. അതൊട്ടും യുക്തല്ല, ശാസ്ത്രീയല്ല. വിവരമില്ലാത്ത ആളുകൾ, നീ വിവരമില്ലാത്ത ആളല്ലോ, ബാഹുവാണല്ലോ, അത് ഒരിക്കലും ഇയ്യാന്ന് പറഞ്ഞു. ഒന്നുകൂടി ഉള്ളിലേക്ക് തട്ടാൻ, ജാതസ്ഹി ധ്രുവം ജന്മ മൃതസ്യ തസ്മാൽ അപരിഹാര്യാർത്ഥേ നത്വം ശോചിതും അർഹസി. എത്ര സിമ്പിൾ, എത്ര നന്നായിട്ടാണ് ഈ പറയണ ഗീത. ഇത് എന്താണാവോ ആളുകൾക്ക് മനസ്സിലാവാത്തത്? ഇതിൻ്റെ പേരാണ് ഈ മായ എന്ന് പറയുന്നത്. ഒരു പ്രയാസമില്ലാത്തത്, വിഷമുള്ളതൊക്കെ ഇവർക്ക് മനസ്സിലാവും. സിമ്പിൾ, ഏറ്റവും ആർക്കും മനസ്സിലാവുന്ന കാര്യം അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതേപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കുക, മരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്, എന്നുമില്ല ഈ ജീവിതം ഉറപ്പുണ്ട്. എന്നിട്ട് നമ്മൾ മരിക്കരുതെന്ന് വിചാരിക്കണമല്ലോ. അത് വാസ്തവത്തിൽ അത്ഭുതമല്ല ഇത്. എല്ലാ അത്ഭുതത്തിനെക്കാളും വലിയൊരു അത്ഭുതമാണ്. എല്ലാവർക്കും ബോധ്യമുണ്ട് മരിക്കുന്നു, ജനിച്ചാൽ മരിക്കും. പക്ഷെ എന്നാലും മരയിക്കാതെ കഴിഞ്ഞാൽ കൊള്ളാമെന്ന് അതിനുവേണ്ടി എന്തൊക്കെ പണിയാപ്പാട് ഉണ്ടാക്കണം. തമാശ പറയേണ്ട, പല്ല് പോയാൽ പുതിയ പല്ല് വയ്ക്കുക, കണ്ണ് പോയാൽ വേറെ കണ്ണ് വയ്ക്കുക, ചെവി പോയാൽ വേറെ വയ്ക്കുക, തലമുടി നരച്ച കറപ്പിക്കുക. എന്താ ഇതിൻ്റെയൊക്കെ കാര്യം? മരണത്തെ പഠിച്ചിട്ടാണല്ലോ. അത് ഒരാവശ്യമില്ലാണ്. എന്താ പറയണത്? ജാതസ്യഹി ജനിച്ചവന് മൃത്യുണ്ട് എന്നുള്ളത് ഉറപ്പ്. ജനിച്ച കഴിഞ്ഞവന്. അടുത്തതാണ് മരിച്ചവന് ജനനമുണ്ടെന്നാ. അതാണ് ഈ യുക്തിവാദികൾക്ക് മനസ്സിലാവാത്തത്. അവർക്ക് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ഒക്കെ കഴിഞ്ഞു എന്നാ, പിന്നെ അതില്ല. അല്ല, ചിന്തിക്കണ്ട, അനുഭവം പറയാ. ഒരു പൂവ്, അതിൽ നിസ്സാര കാര്യമാണ് വാസന എന്നൊന്നുണ്ടല്ലോ. രാവിലെ പൂവുണ്ടായി, വൈകുന്നേരം പൂവ് അങ്ങോട്ട് വാടിയുള്ളൂ. അതിൻ്റെ ശരീരം വാസന അങ്ങ് ചാവുമോ? ഇല്ല. വാസന ഈ എവിടെ ഈ വായുവിൽ ലയിച്ചു അല്ലേ, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ പുതിയൊരു പൂവുണ്ടാവുന്നു, അവർക്ക് അതിനെ വാസന, ഈ ലയിച്ച വാസന കഴിക്കേണ്ടി വരുന്നു. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ ഈ വാസന അവിടെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കണം. ഇപ്പം പനിനീരിൻ്റെ വാസന അതിന് തന്നെ, അങ്ങനെ തന്നെയല്ലേ. ചെമ്പരത്തിൻ്റെ വാസന അതിന്, അല്ലെങ്കിൽ മുല്ലപ്പൂവിൻ്റെ വാസനയാണെങ്കിൽ ആ വാസനകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. പൂവുകൾ ഇങ്ങനെ മാറണു, വാസന മാറുന്നില്ല എന്നൊക്കെ അനുഭവമാണല്ലോ. പിന്നെ ഉണ്ടാവണില്ലേ? അതെ, നമുക്ക് ആവശ്യം. ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ജീവഭാവം ഉണ്ടല്ലോ, ആ ഭാവം ശരീരം കളയും, എന്നിട്ട് പുതിയൊരു ശരീരം എടുക്കും. ഇപ്പോൾ വാസാംസി ജീർണാനി എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ മാതിരി പുതിയ മുണ്ടെടുക്കും. കാരണം ഇവൻ്റെ സങ്കല്പം ഉള്ളിടത്തോളം കാലം ആ സങ്കല്പം തീരാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ പുതിയ ശരീരം എടുക്കുക. ശരീരത്തിന് ക്ഷാമമില്ലേനും, എത്ര വേണമെങ്കിൽ ശരീരം പലതരത്തിൽ 86 ലക്ഷം തരം ജന്തുക്കളുണ്ട് ഇവിടെ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. മരിക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചാൽ കൊള്ളാം എന്ന് മോഹിച്ചിട്ടാണ് വാസന വെച്ചാൽ സ്വാമി പറയാറുണ്ടോ, അടുത്ത ജന്മം ആരാവും? പോർക്കായിട്ട് ജനിക്കും പറഞ്ഞു. കാരണം ഇഷ്ടം പോലെ തിന്നാലോ. അയാളുടെ മോഹാതായിരുന്നു. അപ്പോൾ അത് സാധിച്ചു. ഒരു പണിയും കാണാൻ വലിയ ഒരു ഭാഗത്ത് നിന്നാൽ മതി എന്ന് ചോദിച്ചാൽ മരമായിട്ട് ജനിക്കും തുടങ്ങി. കാരണം പിന്നെ അനങ്ങണ്ടല്ലോ. അങ്ങനെ അപ്പോൾ അങ്ങനെ ആയിക്കാൻ ഇവരൊക്കെ ഏതായാലും ഒന്നേ ഇവിടെ പറയണ്ടു, ഇത് പരിഹരിക്കാൻ പറ്റാത്തൊരു കാര്യം. പരിഹരിക്കാൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ കുട്ടി നിലവിളിച്ചു, എന്താ വേണമെന്ന് വെച്ചാൽ ഒരു ബലൂൺ വേണം, മേടിച്ചു കൊടുക്കാം, സാധിക്കും. കുട്ടിക്ക് അതല്ല വേണ്ട, ചന്ദ്രനെ കിട്ടണം എന്ന് പറഞ്ഞു. നിലവിളിച്ചോ എന്ന് വിചാരിക്കല്ലാണ്ട് ചന്ദ്രനെ കിട്ടാൻ തരാവുണ്ടല്ല. അപ്പോൾ കുട്ടിയോട് പറയും, നീ എത്ര നിലവിളിച്ചാലും സാധിക്കില്ല. അപ്പം നമ്മളും എന്തിനാണ് നിലവിളിക്കുന്നത്? മരിക്കാതിരിക്കാൻ. അത് നടക്കാത്ത കാര്യമാണ്. അപ്പം എന്നാൽ പിന്നെ നിലവിളിക്കാതിരിക്കല്ലേ, എന്തായാലും മരിക്കും. നിലവിളിച്ചാൽ മരണം മാറ്റാൻ പറ്റുമെങ്കിൽ നിലവിളിച്ചോളൂ. പക്ഷെ അത് ഉറപ്പാണ്, എത്ര ഇതേവരെ ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ നീ ഇവരെ കൊല്ലണു എന്നുള്ള പരിഭ്രമം ഉണ്ടാവുന്നത്, നീ കൊന്നില്ലെങ്കിലും അവർ മരിക്കും. അപ്പോൾ അവർ ഈ കാര്യമൊക്കെ അവർക്ക് നിശ്ചല്ലേ.
ഇതൊക്കെ അവർക്ക് നിശ്ചയമാണ്. ഭീഷ്മരും ദ്രോണരും ഒക്കെ അപ്പുറത്ത് നിൽക്കണം, മഹാജ്ഞാനികൾ. അപ്പോൾ അവർ ഇതിനൊരു നീലക്കണ്ടാത്ത പരിഭ്രമം എന്ന് വെക്കണം. ജാതസ്യ ധ്രുവോ മൃത്യു ധ്രുവം ജന്മദസ്യ തസ്മാൽ അപരിഹാര്യാർത്ഥെ, പരിഹരിക്കാൻ പറ്റാത്ത കാര്യത്തെ പറ്റിയിട്ട് നത്വം ശോചിതും അർഹസി, നിനക്ക് ശോചിക്കാൻ അർഹതയില്ല. ഈ അർഹത എന്നുണ്ടല്ലോ അതൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഇവിടെ വരാൻ പോകുന്നുണ്ട്, നമ്മളെല്ലാവരും അവരവരുടെ കർത്തവ്യം ചെയ്യണം എന്ന് പറയാൻ പോകുന്നുണ്ട്. ആ കർത്തവ്യം എന്നുള്ളതിനും സംസ്കൃതത്തിലെ അധികാരം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കർത്തവ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ കർത്തവ്യമുള്ളൂ. അതെ, സ്വധർമ്മം. ചെയ്യാൻ പറ്റാത്തതൊന്നും നമ്മുടെ കർത്തവ്യമല്ല. എൻ്റെ ഇപ്പോൾ ഇലക്ഷൻ നിന്നിട്ട് എന്താ പ്രൈം മിനിസ്റ്റർ ആവാൻ ശ്രമിക്കല് എൻ്റെ കർത്തവ്യമല്ല. കാരണം ഒന്നാമത് എനിക്ക് അതിൽ മോഹമില്ല, ഇനി അതിന് നന്നാലൊട്ട് തരാവില്ല. അപ്പോൾ എൻ്റെ കർത്തവ്യം എന്താണ്? വല്ല ഗീതയായിട്ട് ചോദിച്ചാൽ പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കുക, അത്യാവശ്യം ആളുകൾക്ക് വല്ല ഭാഗവതോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതെനിക്ക് സാധിക്കും, അതെനിക്ക് അത് ചെയ്താൽ മതി. അപ്പോൾ ആ കർത്തവ്യം ഇപ്പം നീയും അതാ ചെയ്യണത്. എൻ്റെ കർത്തവ്യം എന്താണ്? അധർമ്മത്തിനോട് എതിരിടുക, അതാണ് ചെയ്യുന്നത്. അവർ ചെയ്യുന്ന അധർമ്മം എന്നൊക്കെ അറിയാം, അപ്പോൾ അതിനെ എതിരാൻ നമുക്ക് കഴിവുണ്ട്. അപ്പോൾ നീ അത് ചെയ്യുക, വേറെ യാതൊന്നും ചെയ്യേണ്ടതില്ല. തസ്മാ ത്വം ശോചിതും അർഹസി, ഈ പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇവരെ ഒക്കെ മരിച്ചാൽ വിഷമാവില്ല എന്നാണല്ലോ ധരിക്കുന്നത്. നീ എന്തൊക്കെ വിചാരിച്ചാലും ഇത് ധരിച്ചു. അപ്പോൾ അതുകൊണ്ട് നീ എന്ത് വേണം? എന്താ അവിടെ പറഞ്ഞു വരുന്നത്? സ്വധർമ്മം ചെയ്യൂ, സ്വധർമ്മം ചെയ്യൂ, സ്വധർമ്മം ചെയ്യൂ. എങ്ങനെ? രാഗദ്വേഷം ഇല്ലാതെ. രാഗദ്വേഷം ഉണ്ടായിട്ട് പറയുമ്പോൾ അത് സ്വധർമ്മമല്ല, അത് എന്തായിരുന്നു? പരധർമ്മമാണ്. ആരുടെ? ആത്മാവിൻ്റെ അല്ലത്, ശരീരത്തിൻ്റെ. ആത്മാവിൻ്റെ ധർമ്മം എന്താണ്? രാഗദ്വേഷം ഇല്ല. ആ രാഗദ്വേഷം ഇല്ലാതെ നീ ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ യാതൊരു വിഷമവും ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, എന്നെ പറ്റിയിട്ട് ആളുകൾക്ക് ബഹുമാനമുണ്ടോ. ഇനി ഒരു ശ്ലോകം കൂടിയേ ഉള്ളൂ ഈ 18 ശ്ലോകത്തെ അവസാനത്തെ. ഒരു യുക്തി കൂടി പറയണം ഈ ശരീരയുടെ നിത്യതയ്ക്കും കാര്യങ്ങളൊക്കെ. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്രക്ക പരിദേവന. അർജുന, അവ്യക്താദീനി ഭൂതാനി, ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പിശാചെന്നർത്ഥമല്ല, ഉണ്ടായത്. ഭൂതങ്ങൾ ഉണ്ടായത്. ഉണ്ടായതൊക്കെ ഉണ്ടാവണതിൻ്റെ മുമ്പേ അവ്യക്തമായിരുന്നു. എന്താ അവ്യക്തം? അവ്യക്തം എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ശരീരത്തിനോ ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ ബുദ്ധിക്കോ പിടികിട്ടാത്ത സാധനത്തിനെയാണ് അവ്യക്തം എന്ന് പറയാം. ചിലത് ഇപ്പോൾ ഇന്ദ്രിയങ്ങൾക്കൊക്കെ പിടികിട്ടാത്ത സാധനമാണ് സുഖവും ദുഃഖമൊക്കെ. ഇന്ദ്രിയങ്ങൾക്ക് അറിയില്ല, മനസ്സാ പറഞ്ഞിട്ട്. അതിലും അപ്പുറത്താണ് ഈ ചില എന്താ പറയുക, ഐഡിയാസിൻ്റെ ഭാവനകളൊക്കെ. അത് ബുദ്ധിക്കേ പിടിക്കുള്ളൂ, മനസ്സിന് തന്നെ പറ്റില്ല. അപ്പം എന്തിനാ അങ്ങനെ എല്ലാവരോടും സ്നേഹം ഉണ്ടാവേണ്ടത് ചോദിച്ചാൽ മനസ്സിന് ശരിയില്ല, ബുദ്ധിയാണ് പറയുന്നത് അല്ലേ. മനസ്സിന് സുഖം എന്താ ദുഃഖ എന്ന് പറയാം, മനസ്സിന് ചൂടെന്താ തണുപ്പെന്ന് പറയാൻ ശരിയില്ല. അതിലാരും വേണം? ഇന്ദ്രിയങ്ങൾക്കേ പറ്റുള്ളൂ, ത്വക്കിന് മറ്റേ ഈ ശരീരത്തിനേ പറ്റുള്ളൂ. അപ്പോൾ ഓരോന്നിനും അതുണ്ട്. അവ്യക്താനി ഈ വന്നതൊക്കെ എന്താണത്? വ്യക്തത അല്ല. ഇപ്പോൾ ജനിക്കുന്നതിൻ്റെ മുമ്പേ ഭൂതാനി, വ്യക്ത മധ്യാനി, മധ്യത്തിൽ വ്യക്തതാണ് കാര്യങ്ങളൊക്കെ. അവ്യക്ത നിധനം, മരിച്ചു പോയാലും എവിടുന്നേ വന്നത് അറിയില്ല, എങ്ങടാ പോണത് അറിയില്ല, നടുക്കിലുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ. ഇങ്ങനെ ഒന്ന് വെയ്യ പറഞ്ഞു. ഇത് ശാസ്ത്രവിരുദ്ധ. അപ്പുറത്തുമില്ല ഇപ്പുറത്തുമില്ല, നടു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ശാസ്ത്രവിരുദ്ധമാണ്. ലോകത്തിൽ അങ്ങനെ ഒരു സാധനം ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? അതിൻ്റെ ആ തലയില്ല ഈ തലയില്ല, നടുവുള്ളൂ. നടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ആ തലയും ഈ തലയും ഉണ്ടാവേണ്ട നടു ഉണ്ടായത്. അപ്പം ഇവിടെ ഇപ്പം ഇവർ ജനിക്കുന്നതിൻ്റെ മുമ്പ് ഇവിടുത്തെ വന്നറിയില്ല, ജനിച്ചിട്ട് മരിച്ചാൽ എങ്ങടാ പോകണമെന്ന് അറിയില്ല, അതിൻ്റെ ഇടയിലേ ഉള്ളൂ. അപ്പം നന്ദി വിചാരിക്കുന്ന പ്രകാരമാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും അവ്യക്തമാണെങ്കിൽ ഇപ്പോഴും അവ്യക്തം തന്നെയാണ്, നടുക്കിലും അവ്യക്തമാണ്. അപ്പോൾ അതിനെ ആ സ്വധർമ്മ ചെടിയൻ എന്താ പരിഭ്രമിക്കാനുള്ളത്? യാതൊന്നുമില്ല. അവ്യക്ത നിധനന്യവ തത്രക്ക പരിദേവന. ഈ എന്തിനാക്കർ ദുഃഖിക്കുന്നത്? ഇങ്ങനെ 18 ശ്ലോകങ്ങളെ കൊണ്ട് ഏകദേശം കുറച്ച് ബുദ്ധിയുള്ള ആളുകൾക്ക് തന്നെ ഒരു വിഷമമില്ലാത്തതാണ് ഈ ഭഗവത്ഗീത. നമ്മൾ വിചാരിക്കണം ഒരു എന്താ വലിയ ബുദ്ധിയൊന്നും വേണ്ട, സാമാന്യക്കാരന് മനസ്സിലാവുന്ന കാര്യങ്ങൾ. നമ്മുടെ ഈ വേദാന്തത്തിൻ്റെ പ്രത്യേകത, അവർ ഏറ്റവും ലളിതമായിട്ട് ഏത് മനുഷ്യനും എന്താണ് നമ്മൾ വിചാരിക്കുന്ന വിദ്യാഭ്യാസമുണ്ടോ അത് വേണ്ട, സാമാന്യ ജ്ഞാനമുള്ള ഒരു കർഷകന് പോലും
മനസ്സിലാവുന്ന കാര്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വലിയ ജ്ഞാനം, വേദാന്ത ചർച്ചകളും യുക്തിയും അതൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ബോധ്യമുള്ള കാര്യം ഇത് മനസ്സിലായി. അപ്പം എന്ത് വന്നു ഇവിടെ? ശരീരി എന്നുള്ളത് സർവത്ര നിറഞ്ഞതാണ്. കാരണം ആത്മാവ്, അതിന് ജനനവുമില്ല മരണവുമില്ല, അതിനെ ഒന്നും മാറ്റാനും ആർക്കും സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ വ്യവഹാരം നടക്കില്ല. കാരണം ഒന്ന് മാത്രം വ്യവഹാരമല്ലോ. അപ്പോൾ ഈശ്വരന് ഒരു വ്യവഹാരം നടത്താൻ വേണ്ടിയിട്ട് സങ്കല്പം എന്നൊരു ശക്തി അതും ഭഗവാനുണ്ട്. ആ സങ്കല്പിക്കുമ്പോഴാണ് നമ്മൾ പലതായിട്ട് സങ്കല്പിക്കുക. പലതായിട്ട് സങ്കല്പിക്കുമ്പോഴും അത് വസ്തു ഒന്ന് തന്നെ. ഏതുപോലെ സ്വർണം ഒന്നാണെങ്കിലും പണ്ടങ്ങൾ പലതാണല്ലോ. പലതാണ് തോന്നുമ്പോഴും അത് സ്വർണ്ണമാണ്. ഇതുപോലെ ഇപ്പോൾ നമ്മളിവിടെ കാണുന്നതൊക്കെ പലതാണ് തോന്നുമ്പോഴും വാസ്തവത്തിൽ നമ്മളൊക്കെ ആരാണ്? പരമാത്മാവാണ്. പരമാത്മാവിൻ്റെ തന്നെയാണ്. അത് ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സങ്കല്പം കൊണ്ട് ഉണ്ടായതാണ്. ഐസ് വെള്ളത്തിൽ കിടക്കുന്നു, ഐസ് അങ്ങനെ വേറെ കിടക്കുന്നത് കാണാം. അപ്പോഴും അത് വെള്ളമാണല്ലോ. അതിൻ്റെ ഒരു കട്ടി തണുപ്പ് വരുമ്പോൾ ഉണ്ടാവുകയാണല്ലോ. രാമകൃഷ്ണ മിശ്ര അതിനാ പറയാ. അതെ അതെ, നമ്മൾ തണുക്കുക വെച്ചാൽ അർത്ഥം സങ്കല്പം ഉണ്ടാക്കി. ആ സങ്കല്പം കുറച്ച് ഓരോരുത്തരും സങ്കല്പിച്ചപ്പോൾ ഓരോരോ വിധത്തിലുള്ള ശരീരങ്ങളെടുത്തു. ഐസ് പലതരം കട്ടകളുള്ള പോലെ നമ്മൾ പല കട്ടകളുണ്ട്. കുറെ കഴിഞ്ഞാൽ അതൊക്കെ എന്ത് ചെയ്യും? വീണ്ടും വെള്ളമാവും, അപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഒരു സംശയം വരും, അവസാനം എന്നാലും വെള്ളമല്ലേ ഉള്ളൂ എന്നല്ല, അല്ല എന്ന് പറയണം. കാരണം ഈ പ്രപഞ്ചത്തിലെ അനുഭവം ഉണ്ടല്ലോ നമുക്ക് പറയാൻ പറ്റുമോ? ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും എന്നും ഈ വെള്ളമാവാത്ത ഐസ് കിടക്കുന്നുണ്ടാവും എന്നും. അതുപോലെ ഈശ്വരൻ്റെ ഈ ഈ പ്രപഞ്ചത്തിൽ എന്നും എന്തുണ്ടാവും? ഭൂമിയോ അല്ലെങ്കിൽ ഈ ഭൂമിയോ ഒക്കെ പ്രളയം കഴിഞ്ഞ് പറഞ്ഞാൽ വേറൊരു ഭൂമിയോ കണ്ടോ. ഇത് തീരുക എന്നുള്ളതില്ല, നിത്യം തന്നെയാണ്. ഏത്? ഈ ലോകവും നിത്യമാണ്. എങ്ങനെ? മാറി വരുന്ന നിത്യം ആണ് നിത്യനൂതനം എന്ന് പറയുന്നത്. പുഴയൊക്കെ അങ്ങനെയാണ്. പുഴയിൽ വെള്ളം ഇങ്ങനെ എപ്പോഴും മാറുന്നുണ്ട്, പക്ഷെ പുഴ മാറില്ല, അവിടെ നിൽക്കും. അതുമാതിരി ദീപം അങ്ങനെ വെക്കുക. തീ ഇങ്ങനെ കത്തി ഓരോ നാളം പോകുന്നുണ്ട്, പക്ഷെ പറഞ്ഞിട്ടില്ല നാളം അവിടെ നിൽക്കണു തോന്നും. ഇത്രയേ ഉള്ളൂ. ഈ നാളം എന്ന് പറയുമ്പോൾ ആ 14 നാളം പൊക്കടക്കണു. വേറൊന്ന് ശരീരം അങ്ങനെ തന്നെ ഇങ്ങനെയാണ്. അല്ല ഇത് പറിച്ച് കഴിഞ്ഞാൽ അതെ 7 കൊല്ലം കഴിഞ്ഞാൽ മുഴുവൻ മാറണമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ ശരീരയ്ക്ക് മാറ്റമില്ല. അപ്പോൾ ഇവിടെ നമ്മളെ കൊണ്ട് ഗീത പറയേണ്ട ആവശ്യം അർജുനനെ കൊണ്ട് ഇവിടെ യുദ്ധം ചെയ്യിപ്പിക്കലല്ല. ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കുമ്പോൾ നമ്മളെന്ത് വേണം വെച്ചാൽ സ്വധർമ്മം ചെയ്യണം. സ്വധർമ്മം ചെയ്യുമ്പോൾ നമുക്ക് പരിഭ്രമം വരുന്നത് മരിക്കുമോ, മറ്റൊരു സൗകര്യം വിഷമം വരുമോ, സുഖം വരുമോ എന്നൊക്കെ ഉണ്ടാകുന്നത്. ഇതെല്ലാം നമ്മളുടെ വാസനകളെ കൊണ്ട് ഉണ്ടാക്കിയ സങ്കല്പങ്ങളാണ്. ആ വാസന നിങ്ങൾ എത്ര കണ്ട് ചുരുങ്ങി അപ്പോൾ നിങ്ങൾക്ക് സങ്കല്പം വളരെ ചുരുങ്ങി. സങ്കല്പം ചുരുങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ആത്മഭാവം വന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ ജീവിക്കും. ആ ആളാണ് ജീവൻ മുക്തൻ പറഞ്ഞത്. സാധാരണ കാലം നമ്മൾ ജീവന്മാരാണ്. അദ്ദേഹം ജീവൻ മുക്തനാണ്. പക്ഷേ ശരീരമുക്തനല്ല. ശരീരം ഉണ്ട്, ആൾക്ക് ഉണ്ട്. ആ ശരീരം കൂടിയും പോയാൽ അപ്പോഴത്തെ അതിന് പേര് ജീവൻ മുക്തനല്ല, അദ്ദേഹം വിദേഹമുക്തൻ. ദേഹവും പോയി. അങ്ങനെ രണ്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വിദേഹമുക്തന്മാരെ കൊണ്ട് നമുക്ക് കാര്യമില്ല. അവരെ കൊണ്ട് നമുക്കൊന്നും സാധിക്കില്ലല്ലോ. ജീവൻ മുക്തന്മാരെ കണ്ടാൽ ഇതുപോലെ എനിക്കും ആവാന്നാണല്ലോ. എൻ്റെ ആവശ്യം, നിങ്ങളുടെ ആവശ്യം, നമ്മുടെ എല്ലാവരുടെയും ആവശ്യം ശാന്തവും സമാധാനമായിട്ടൊരു ജീവിതം ജീവിക്കുകയാണ്. സുഖവും ദുഃഖമല്ല. ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും, എനിക്ക് സുഖമായിട്ട് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ആൾ പാവം വിവരമില്ലാത്തതാണ്. കാരണം സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ ദുഃഖമില്ലാതെ പറ്റില്ല. കാരണം അത് എന്താണ്? ഒരേ നാണയത്തിൻ്റെ 2 ഭാഗം പോലെയാണ്. അപ്പോൾ സുഖമായിട്ട് സാമാന്യക്കാരനാണ് ഈ സുഖമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞത്. അത് വയ്യ. എങ്ങനെ കൊണ്ടുപോകും? ജീവിക്കുക എങ്ങനെ? ആനന്ദമായിട്ട്. ആനന്ദത്തിന് വിപരീതമില്ല. അതെങ്ങനെയാണ്? ഞാൻ ആത്മാവെന്ന് അറിഞ്ഞിട്ട് അപ്പം പല അതെ മനസ്സൊന്നും ഇല്ലാതെയാവുകയാണ്. സ്ഥിരത മനസ്സ് അതിന് ബ്രേക്കർ എന്ന് പറയാം. രണ്ടാക്കണമെന്നൊക്കെ ഇവിടെ ദ്വന്ദ്വം ഉണ്ടാക്കണമെന്നൊക്കെ മനസ്സാണ്. ആ മനസ്സിൻ്റെ പ്രഭാവം ഉണ്ടല്ലോ, അതിനെ ഇല്ലാതെയാക്കാൻ നമുക്ക് കഴിയും. അതാണ് തമാശ. ഇത് വെറുതെ പറയല്ല. ധ്യാനം നമ്മൾ പരിശീലിക്കുന്നതിനാണ്. പല സങ്കല്പങ്ങളെ ഒതുക്കുകയാണല്ലോ ധ്യാനം. അങ്ങനെ ധ്യാനം അങ്ങോട്ട് ഉറച്ചാൽ അപ്പോൾ അത് സമാധിയായി. ആ സമാധി നിത്യമായാൽ എന്തായി? എന്താണ്? സവികൽപ്പസമാധി എന്താണ്? നിർവികൽപ്പ സമാധി ഒന്നുണ്ട്. നിർവികൽപ്പ സമാധിയിൽ എന്ന് പറയുമ്പോൾ ആ മനുഷ്യന് ഇവിടെ ഉണ്ട്, മനസ്സുമൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കില്ല. അങ്ങനെ സാധിക്കും. ഇവിടെ ചെയ്യാം. ഇപ്പോൾ സൈക്കിൾ ഓട്ടാൻ പഠിച്ചല്ലേ സൈക്കിൾ ഓട്ട് വയ്ക്കും, അല്ലാഞ്ഞാൽ പറ്റില്ലല്ലോ. സാധാരണക്കാരന് പറ്റില്ല. പറ്റിക്കണം. ആ ശക്തി നമ്മളിലുണ്ട്.
അത് നമ്മൾ പ്രകടിപ്പിക്കണം. അതുപോലെ നിങ്ങൾക്ക് നിർവികൽപ്പ സമാധിയിൽ ഇരിക്കാനുള്ള കഴിവ് ഈ ഓരോ ജീവനും ഉണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ച് പരിചയിച്ചാൽ നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നീന്താൻ പഠിക്കാത്ത ആൾ വെള്ളത്തിലിറങ്ങിയാൽ മുങ്ങി ചാവും. നീന്താൻ കളിക്കലാണെങ്കിൽ സുഖമായിട്ട് കളിക്കുകയും ചെയ്യും. അതുമാതിരി ഈ ജീവിതത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് ആത്മാവിന് ശരീരയ്ക്ക് മാറ്റമില്ല, ശരീരത്തിനേ ഉള്ളൂ എന്ന് നല്ല പൂർണ്ണ ബോധ്യം വന്നിട്ട് ആയാൽ അപ്പം നിങ്ങൾക്ക് രാഗദ്വേഷങ്ങൾ ഉണ്ടാവല്ലോ. രാഗദ്വേഷം ഇല്ലാണ്ട് വെച്ചാൽ നിങ്ങൾ ഈ ജീവിതത്തിൽ ജീവിക്കും. ഈ ജീവിതമൊന്നും നിങ്ങളെ ബാധിക്കില്ല, പരമാനന്ദ ജീവിക്കും. അതിനാണല്ലോ ഇപ്പോൾ ഈ പണിയൊക്കെ ചെയ്യുന്നത്. ആ ഉദ്ദേശം പറയാതെ അങ്ങനെയല്ല, സുഖമായിട്ട് ജീവിക്കണമെന്നേ പറയാറുള്ളൂ. കാരണം അയാൾക്ക് ഈ പരമാനന്ദത്തിൻ്റെ അർത്ഥം തന്നെ അറിയില്ല. പരമാനന്ദം എന്ന് പറഞ്ഞ ഈ ആനന്ദത്തിൻ്റെ അപ്പുറത്താണ് പരമാനന്ദേ. അവിടെ രണ്ടില്ലാത്ത അവസ്ഥയാണ്. എന്നിട്ട് അയാൾ എല്ലാം നടക്കും ചെയ്യും. ഇതുപോലെ ഒരാൾ നാടകത്തിൽ പല വേഷം കെട്ടുന്നില്ലേ, വേഷം കെട്ടുമ്പോൾ തന്നെ ആളെന്ന് ആൾക്ക് അറിയാലോ. മഹാത്മാക്കൾ അങ്ങനെയാണ്. അവർ ശരീരിയാണ് ഞാൻ, എനിക്കിതൊന്നും ബാധകമല്ല, ഇതൊരു നാട്യമാണ് എന്നവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അവർക്ക് ഒന്നുകൂടി ഉണ്ട്, സ്വപ്നം കാണുകയെന്ന് അവർ അറിയൂത്രേ. നമുക്ക് സ്വപ്നം കാണുമ്പോൾ അറിയാൻ പറ്റില്ല, ഉണർന്നിട്ട് വേണമല്ലോ. ഇവിടുത്തെ സ്വപ്നം കൊണ്ട് വെച്ചാൽ ജ്ഞാനമാകുന്ന ഉണർച്ച ഇവിടെ ഇരുന്നിട്ട് ഇപ്പം അജ്ഞാനമാകുന്ന സ്വപ്നത്തിലായിരിക്കണേ. അതൊന്ന് ജ്ഞാനം ഉണർന്നാൽ അപ്പോൾ ഈ അജ്ഞാനമായെന്ന് സ്വപ്നം കാണാപ്പെടും ഈ ജ്ഞാനിക്ക്. ശരിക്കും കാണാം, അയാൾക്ക് മനസ്സിലാവും. രമണ മഹർഷിയൊക്കെ അങ്ങനെയായിരുന്നു. അല്ല, അങ്ങനെ പലരും ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വിഷമമില്ല. അവർക്ക് ഇത് സ്വപ്നമെന്നറിയാം. എന്നിട്ട് സ്വപ്നം പോലെ അവർ അഭിനയിക്കും. അല്ല, ഞാൻ ഉണർന്ന പോലെ രസമില്ലല്ലോ. സ്വപ്നം പോലെ അഭിനയിക്കുമ്പോൾ അയാളെ അതൊന്നും ബാധിക്കില്ല. അതല്ലേ വേണ്ടു, നമ്മളെ ബാധിക്കാഞ്ഞാൽ പോരെ. എന്താണ് ദാരിദ്ര്യം എന്നുണ്ട്, അതിന് നമ്മൾ അത് കിട്ടിയാലേ തരാവുള്ളൂ എന്ന് ദുഃഖം വരുമ്പോഴാണ് അത് ഈ വിഷമം വരുന്നത്. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. 2 തരം പോവർട്ടി ഉണ്ട്. കിട്ടാഞ്ഞിട്ടൊരു അതിന് ദാരിദ്ര്യമുണ്ട്. സ്വാമി പ്രത്യേകിച്ച് പറയും, അത് ഈ പാശ്ചാത്യ രാജ്യക്കാർക്ക് അത് മാത്രമേ അറിയുള്ളൂ. ഭാരതത്തിൽ അങ്ങനെയല്ലാണ്ട് ഒരു നിർധനന്മാരെന്ന് പറയും. അവർ നിർധനന്മാരല്ല, അവർ തപോധനന്മാരെന്നാ പറയാം. അവരെ നിർധനൻ എന്നല്ല അറിയുക, അവരുടെ ധനം തപസ്സാണ്. അവർക്ക് യാതൊന്നും ആവശ്യമില്ല. അതിന് പേര് ഇംഗ്ലീഷിലാണെങ്കിൽ വളണ്ടറി പോവർട്ടി. അങ്ങനെ പലരും എടുക്കാറില്ലേ വളണ്ടറി പോവർട്ടി. ആണല്ലോ സന്യാസം. നല്ല പണക്കാരൊക്കെ അതിലൊക്കെ പണത്തിലെ സന്തോഷിച്ചാൽ അത് മരിക്കുന്നവരെ സൂക്ഷിച്ചു വെക്കണ്ടേ. ഇതൊക്കെ വേണ്ട വെച്ചിട്ട് സന്യാസത്തിന് പോകുന്ന എത്ര മഹാത്മാക്കൾ ഇവിടെ കാണാണ്ട്. അവർക്ക് ഇപ്പോൾ ചിന്മയാൻ സ്വാമിയാണെങ്കിൽ ശരി, അമ്മയൊക്കെ ആണെങ്കിൽ അവർക്കിപ്പോൾ പണത്തിനൊരു പ്രശ്നമില്ല, അവർക്കത് വേണ്ട. അത് അനുഭവമല്ലേ. അതിന് ഭാരതം വളണ്ടറി പോവർട്ടിയെ നിന്ദിച്ചിട്ടില്ല, മാത്രമല്ല അതിനെ ബഹുമാനിച്ചിട്ടുണ്ട്. പാശ്ചാത്യർക്ക് അതറിയില്ല. അവർക്ക് ഈ പോവർട്ടി പറഞ്ഞാൽ പണിയെടുക്കാണ്ട് ജീവിക്കാമെന്ന് മാത്രമേ ധരിച്ചിട്ടുള്ളൂ. ഈ ആത്മതത്വം അത്ര തന്നെ പരിചയമില്ലാത്തതുകൊണ്ട് അവർക്ക് തന്നത്. അത് വിഷമമില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അത് വരുത്തി